بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الذي لا تحيط به مدارك العدة ولا تتقيد بحياته الأبدية الأزلية طوال المدة، وهو الذي خلق السماوات والأرض والشمس والقمر والليل والنهار والشجر والدواب وأمر بعبادته فلا نجد من عبادته بدا، وأحمده وحده وأشكر على نعماته شكرا يفوق الشاكرين أبدا، وأستزيده من الفضل والكرم والعطية لما أن كل حمد يشعر على وجوب الحمد تارة أخرى. وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله المبعوث بالآيات الثنية والمعجزات الرقية والاعتقادات السمحة الثنية. اللهم صل على سيدنا محمد وعلى آله وأصحابه وأتباعه ومن تبعهم بإحسان إلى يوم الجزاء والدين، صلاة وسلاما دائمين متلازمين كلما قر الجديدان ومر الفرقدان. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. صدق الله العلي العظيم. ولما قسى قلبي وضاقت مذاهبي جعلت رجائي نحو عفوك سلما تعاظمني ذنبي فلما قرنت بعفوك ربي كان عفوك أعظما. നമ്മുടെ പ്രൗഢമായ റഷീദിയ ഇർഷാദിയ കോളേജിന്റെ സിൽവർ ജൂബിലി പ്രഖ്യാപന സമ്മേളനത്തിൽ പ്രൗഢമായി ഉദ്ഘാടന കർമ്മം നിർവഹിച്ച നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിന്റെ
ശരീരത്തിനും സന്തോഷവും ആഹ്ലാദവും നൽകുന്ന നമ്മളൊക്കെ വളരെ ആദരവോടെ കാണുകയും ചെയ്യുന്ന പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ, അല്ലാഹു അദ്ദേഹത്തിന് ദീർഘായുസ്സും ആഫിയത്തും ഇസ്സത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അതേപോലെ ഇവിടെ വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള FAO കൺസൾട്ടന്റ് ഡോക്ടർ അഹമ്മദ് ബാവുപ്പ, അതേപോലെ വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള നേതാക്കൾ, പണ്ഡിതന്മാർ, സയ്യിദ് അവർകൾ, പ്രത്യേകിച്ച് സയ്യിദ് ഷിഹാബുദ്ദീൻ ജിഫ്രി തങ്ങൾ, അതേപോലെ മറ്റുള്ള ഇതിൻ്റെ ഭാരവാഹികൾ, കമ്മിറ്റി ഭാരവാഹികൾ, ഈ ഒരു പരിപാടിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത വളരെ സ്തുത്യർഹമായ രീതിയിൽ, പ്രശംസനീയമായ രീതിയിൽ ഇവിടെ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹീതരായ ചെറുപ്പക്കാർ, അതിനെല്ലാം ഉപരി ഈ നമ്മുടെ പടിഞ്ഞാറങ്ങാടിയല്ലേ ഞങ്ങളുടെ നാട് അല്ലേ, പടിഞ്ഞാറങ്ങാടിയുടെ എല്ലാ മുഖമൂലകളിൽ നിന്നും ഇങ്ങോട്ട് കടന്നു വന്ന നല്ലവരായ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരു സംഗമം ഒരു സാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. നാഫിയായ ഇൽമും ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും നൽകി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു നമ്മൾക്ക് പുറത്തു തരുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരിച്ചുപോയ ആളുകളുടെ കബറിടങ്ങൾ അല്ലാഹു സ്വർഗീയമാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മുടെ സ്ഥാപനങ്ങളെ സഹായിക്കുന്നവർ, അതിനെ സ്നേഹിക്കുന്നവർ, അതിനോട് സഹകരിക്കുന്നവർ, അതിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഉസ്താദുമാർ, കമ്മിറ്റി ഭാരവാഹികൾ, അല്ലാഹു എല്ലാവർക്കും ഇഹപര വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പഠിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ മക്കൾ ദീനിന് ഉപകരിക്കുന്ന, നാടിന് ഉപകരിക്കുന്ന പ്രഗത്ഭരായ പണ്ഡിതന്മാരായി, മാതാപിതാക്കൾക്ക് ഉപകരിക്കുന്ന സ്വാലിഹീങ്ങളായ ഉഖ്റവിയായ പണ്ഡിതന്മാരാക്കി അല്ലാഹു അവരെ മാറ്റുമാറാവട്ടെ. അല്ലാഹു നമ്മൾക്ക് നാഫിയായ ഇൽമും ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും നൽകി അല്ലാഹു നമ്മയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഭക്ഷണം നൽകിയ ആ വീട്ടുകാർ അല്ലാഹു അവർക്ക് സ്വർഗീയ ഭക്ഷണവും സ്വർഗീയ പാനീയവും സ്വർഗീയ സുഖസൗകര്യങ്ങളും നൽകി അല്ലാഹു അവരെ അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രത്യേകിച്ച് സ്വർഗത്തിന്റെ പൂങ്കാവനമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് വിശേഷിപ്പിച്ച ഈ ഒരു സദസ്സിൽ വന്ന നമ്മൾ എല്ലാവരെയും അല്ലാഹു നാളെ ജന്നാത്തുൻ നഈമിൽ, സ്വർഗീയ സുഖങ്ങളിൽ, സ്വർഗീയ ആരാമങ്ങളിൽ, സ്വർഗീയ സോപാനങ്ങളിൽ അഭിരമിക്കുവാനും സുഖിക്കുവാനും അല്ലാഹു നമ്മൾക്കൊക്കെ തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. നമ്മുടെ വിഷയം അല്ലാഹുവിലേക്ക് ബരമേൽപ്പിക്കുക എന്നതാണ്. അല്ലാഹു തആല പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു തരികയും അതിൽ അല്ലാഹുവിന്റെ ഹബീബായ മുത്തുനബി നമ്മോട് പറഞ്ഞു, ഒരടിമ, ഒരു സഹോദരൻ തന്റെ സഹോദരനെ അല്ലെങ്കിൽ തന്റെ സഹോദരിയെ സഹായിക്കുന്ന കാലത്തോളം അല്ലാഹു അവനെ സഹായിച്ചുകൊണ്ടേ ഇരിക്കുമെന്ന്. അല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫീ ഔനി അഖീഹി. മുസ്ലിമീങ്ങളായ സഹോദരങ്ങളായ നമ്മുടെ സഹോദരങ്ങളെ, നമ്മുടെ സഹോദരിമാരെ സാമ്പത്തികമായി, മാനസികമായി, ശാരീരികമായി നമ്മൾ സഹായിക്കുമ്പോൾ അല്ലാഹുവിന്റെ സഹായം നമ്മളറിയാതെ നമ്മളിലേക്ക് ലഭിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മറ്റൊരാളുടെ രോഗങ്ങളെ ചികിത്സിക്കാനുള്ള സാമ്പത്തിക ശേഷി നമ്മൾ നൽകുമ്പോൾ, അതിനുവേണ്ട സാമ്പത്തിക രൂപകളും നാണയങ്ങളും നമ്മൾ നൽകുമ്പോൾ അല്ലാഹു നമ്മുടെ ശരീരങ്ങളിൽ മറഞ്ഞു നിൽക്കുന്ന രോഗങ്ങളെ അല്ലാഹു ശിഫ നൽകുന്നുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. മൻ ഫറജ അൻ മുഅ്മിനിൻ കുർബ, ഒരു മുഅ്മിനിന്റെ ഒരു വിഷമങ്ങളെ ഒരാൾ മാറ്റിക്കൊടുത്താൽ ഫറജല്ലാഹു കുർബതൻ മിൻ കുറബി യൗമിൽ ഖിയാമ, അല്ലാഹു തആല അവന്റെ വിഷമങ്ങൾ എവിടെ? നാളെ ആഖിറത്തിൽ അവന്റെ വിഷമങ്ങൾ അല്ലാഹു മാറ്റിക്കൊടുക്കുമെന്നാണ്. ദുനിയാവിന്റെ വിഷമങ്ങളല്ല,
ദുനിയാവിന്റെ പ്രയാസങ്ങളല്ല. ഒരു മനുഷ്യൻ ഏറ്റവും കഷ്ടപ്പെടുന്നതും സഹായം വേണമെന്ന് ആഗ്രഹിക്കുന്നതൊക്കെ നാളെ ആഖിറത്തിലാണ്, പരലോകത്താണ്. ആ ഒരു സമയത്ത് ദുനിയാവിൽ മറ്റൊരാളുടെ പ്രയാസങ്ങൾ തീർത്തു കൊടുക്കുവാൻ ശ്രമിച്ച ആളുകൾ അല്ലാഹു അവർക്ക് നാളെ പ്രയാസങ്ങൾ നൽകില്ല എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അല്ലാഹു തആല നാളെ മഹ്ശറയിൽ നമ്മോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. ഇസ്തതഅൻതുക ഫലം തുതഅന്നി, ഞാൻ നിന്നോട് ഭക്ഷണം ചോദിച്ചുവല്ലോ, നീ എനിക്ക് ഭക്ഷണം തന്നില്ലല്ലോ. ഞാൻ നിങ്ങളോട് ഭക്ഷണം ചോദിച്ചു, നിങ്ങൾ എനിക്ക് ഭക്ഷണം തന്നില്ലല്ലോ. അടിമ ചോദിക്കുന്നു, പടച്ച റബ്ബേ, നീ ഞങ്ങളോട് ഭക്ഷണം ചോദിക്കുകയോ? നീയല്ലേ എല്ലാവർക്കും ഭക്ഷണം നൽകുന്നത്, നീയല്ലേ അടിമകൾക്ക് ഭക്ഷണം നൽകുന്നത്, നീയല്ലേ റാസിഖും റസാഖും, നീയല്ലേ റബ്ബേ, എന്നിട്ട് നീ ഞങ്ങളോട് ഭക്ഷണം ചോദിക്കുകയോ? അപ്പോഴാണ് അല്ലാഹു പറയുന്നത്, ജീവിക്കാൻ വകയില്ലാതെ കഷ്ടപ്പെടുന്ന ആയിരക്കണക്കിന് ആളുകൾ നിന്റെ നാട്ടിലുണ്ടാകുമ്പോ, അതേപോലെ നൂറുകണക്കിന് വിദ്യാർത്ഥികൾ യതീംഖാനകളിലും കോളേജുകളിലും പഠിച്ചുകൊണ്ടിരിക്കുമ്പോ നിന്റെ കയ്യിൽ ഒരുപാട് തുകകൾ ഞാൻ നൽകി, ഒരുപാട് സാമ്പത്തിക അഭിവൃദ്ധി നൽകി, ആ സമ്പത്ത് കൊണ്ട് നിനക്ക് അവരെ സഹായിക്കാൻ പറ്റിയിട്ടില്ലല്ലേ? അവരെ സഹായിക്കാൻ യതീംഖാനയുടെ പൂമുഖങ്ങളിലേക്ക്, അതിന്റെ വരാന്തകളിലേക്ക് അവർക്ക് സഹായ ഹസ്തവുമായി നീ ചെന്നിരുന്നുവെങ്കിൽ അമ്മിങ് വരുന്നുണ്ട് ഇവിടുന്ന്, അവരുടെ അടുത്ത് നിനക്ക് എന്നെ കണ്ടെത്താമായിരുന്നു എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിനെ കണ്ടെത്താനുള്ള പരിപാടിയിലാണ് നമ്മളുള്ളത്. അതേപോലെ അല്ലാഹു നാളെ ചോദിക്കുന്നുണ്ട്, ഇസ്തസ്ഖൈതുക, ഞാൻ നിന്നോട് ഭക്ഷണം ചോദിച്ചുവല്ലോ, ഫലം തുസ്ഖിനി, നീ എനിക്ക് ഭക്ഷണം തന്നില്ല. ഞാൻ നിന്നോട് വെള്ളം ചോദിച്ചു, നീ എനിക്ക് വെള്ളം തന്നില്ലല്ലേ? അപ്പോഴാണ് അടിമ ചോദിക്കുന്നത്, യാ റബ്ബൽ ആലമീൻ, പടച്ച റബ്ബേ, നീ എന്നോട് വെള്ളം ചോദിക്കുകയോ? അല്ലാ, നീയല്ലേ എല്ലാവർക്കും വെള്ളം നൽകുന്നത്, നീയല്ലേ എല്ലാവർക്കും പാനീയങ്ങൾ നൽകുന്നത്, നീയല്ലേ മഴയെയും വെള്ളത്തെയും നിയന്ത്രിക്കുന്നത്, എന്നിട്ട് നീ എന്നോട് വെള്ളം ചോദിക്കുകയോ എന്ന് ചോദിക്കുമ്പോഴാണ് അല്ലാഹു പറയുന്നത്, വെള്ളമില്ലാതെ പ്രയാസപ്പെടുന്നവർ, കിണറില്ലാതെ പ്രയാസപ്പെടുന്നവർ, കുഴൽ കിണറുകളില്ലാതെ പ്രയാസപ്പെടുന്നവർ, ഒരു നേരത്തെ വെള്ളത്തിന് വേണ്ടി പഞ്ചായത്തിനെ ആശ്രയിക്കേണ്ടി വരുന്നവർ, നിന്റെ വീട്ടിൽ രണ്ടോളം വെള്ളങ്ങൾ ഉണ്ടായിട്ടും സഹായിക്കാൻ നീ ചെന്നില്ലല്ലേ? അവിടെ നിനക്ക് എന്നെ കണ്ടെത്താമായിരുന്നു, ഞാൻ അവിടെ ഉണ്ടായിരുന്നു എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മരിൽതു ഫഅദ് ഫലം തഅദ്നി, ഞാൻ രോഗിയായി നീ എന്നെ സന്ദർശിക്കാൻ വന്നില്ലല്ലോ. ഞാൻ രോഗിയായപ്പോൾ എന്നെ സന്ദർശിക്കൽക്ക് ശിഫ നൽകുന്നത്, നീ രോഗിയായപ്പോൾ ഞാൻ സന്ദർശിക്കാൻ വന്നില്ലെന്നാണോ റബ്ബേ നീ പറയുന്നത്? അപ്പോഴാണ് അല്ലാഹു പറയുന്നത്, പൊന്നുമോനെ, നാട്ടിൽ രോഗം കൊണ്ട് നരകിക്കുന്ന 100 കണക്കിന് ആളുകൾ ഉണ്ടാകുമ്പോ നിന്റെ കുടുംബത്തിലും നിന്റെ നാടിലും നിന്റെ അയൽവാസികളായിട്ട് നിന്റെ നാട്ടുകാരായിട്ട് എത്രത്തോളം ആളുകൾ രോഗിയായി പ്രയാസപ്പെടുമ്പോ അവരെ സഹായിക്കാനോ അവരെ സന്ദർശിക്കുവാനോ അവർക്ക് വേണ്ട വാഗ്ദാനങ്ങൾ നൽകുവാനോ നീ തയ്യാറായിട്ടില്ലല്ലേ? അവിടെ ഞാൻ ഉണ്ടായിരുന്നു, നിനക്കവിടെ എന്നെ കണ്ടെത്താമായിരുന്നു എന്ന് അല്ലാഹു തആല നാളെ മഹ്ശറയിൽ പറയുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഒരു കാര്യം നമ്മൾ ഓർക്കണം, അല്ലാഹു നമ്മൾക്ക് സുഖങ്ങൾ നൽകിയാൽ, അല്ലാഹു നമ്മൾക്ക് സമ്പത്ത് നൽകിയാൽ, അല്ലാഹു നമ്മൾക്ക് ആരോഗ്യം നൽകിയാൽ അത് അല്ലാഹുവിന്റെ പാതയിൽ ചെലവഴിക്കാനുള്ളതാണ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാനുള്ളതാണ്. അല്ലാഹു നമ്മൾക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ, അല്ലാഹു നമ്മൾക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അല്ലാഹുവിന് ഇഷ്ടമുള്ളതാരെ, അല്ലാഹുവിന് ആരോടാണ് താല്പര്യമുള്ളത്? അല്ലാഹുവിന് സ്വതഖ നൽകുന്ന ആളുകളെ, പാവങ്ങളെ സഹായിക്കുന്ന
ഇഷ്ടമാണല്ലോ. അവരെ സഹായിക്കാൻ അല്ലാഹു ഉണ്ട് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി തങ്ങൾ നമ്മെ ഉണർത്തുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ആ ഒരു വിഷയം പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാഹു നമ്മൾക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ്, ഓ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ഭയക്കണേ, നിങ്ങൾ അല്ലാഹുവിനെ പേടിക്കണേ. ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ പേടിക്കണം. എന്നിട്ടോ നാളേക്ക് വേണ്ടി എന്താണ് നീ എടുത്തു വെച്ചത് എന്ന് ഓരോ ആളുകളും ചിന്തിക്കണേ എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുകയാണ്. നാളേക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ 2017 ഭാവിയിലേക്കല്ല, നാളെ ആഖിറത്തിലേക്ക് വേണ്ടി, ഖബറിലേക്ക് വേണ്ടി, മഹ്ശറയിലേക്ക് വേണ്ടി നീ എന്താണ് പൊന്നു സഹോദര, ചെറുപ്പക്കാരാ, എന്താണ് നീ എടുത്തു വെച്ചത് എന്ന് അല്ലാഹു നിന്നോട് ചിന്തിക്കാൻ പറയുകയാണ്. നിനക്ക് പറയാം, ഈ ഒരങ്ങാടിയിൽ ഇങ്ങനൊരു വാദം നടക്കുമ്പോ, ഇൽമിന്റെ മജ്ലിസ് നടക്കുമ്പോ, മജ്ലിസുൻ നൂർ നടക്കുമ്പോ, ഇങ്ങനെ ഒരു സ്ഥാപനങ്ങൾ നടക്കുമ്പോ അവിടെ ഞാൻ വോളണ്ടിയറായി പ്രവർത്തിച്ചു, അത് മതിയല്ലോ റബ്ബേ, ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് പറയാമല്ലോ. അതിന് പുണ്യമുണ്ടല്ലോ. സ്വർഗീയ സദസ്സാണല്ലോ ഇത്. ഇവിടെ വന്ന ആളുകൾക്ക് അല്ലാഹു പരാജയപ്പെടൂല, അവർ പരാജയപ്പെടുന്നവരല്ല എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമാ, ഇൽമ അന്വേഷിച്ച് ഒരാൾ കടന്നു വന്നാൽ സഹലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന. ഒരാൾ ഇവിടെ ഭയങ്കര ഹമ്മിങ് വരുന്നുണ്ട്, ഒരാൾ ഇവിടെ ഒന്ന് കേട്ടാൽ മതി. മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമാ, ഇൽമ അന്വേഷിച്ചുകൊണ്ടോ വാലിന്റെ സദസ്സിലേക്കോ ഒരാൾ കടന്നു വന്നാൽ സഹലല്ലാഹു ത്വരീഖൻ ഇലൽ ജന്ന, അയാൾക്ക് സ്വർഗ്ഗത്തിലേക്കുള്ള കവാടങ്ങൾ ഞാൻ എളുപ്പമാക്കി തരുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. ഇങ്ങനെ ഒരു സദസ്സിലേക്ക് കടന്നു വരുമ്പോ, ഇങ്ങനെ ഒരു വാലിന്റെ സദസ്സിലേക്കോ, ദിക്റിന്റെ സദസ്സിലേക്കോ, ഇൽമിന്റെ മജ്ലിസിലേക്കോ നമ്മൾ കടന്നു വരുമ്പോ അല്ലാഹു നമ്മൾക്ക് സൗകര്യങ്ങൾ ചെയ്തു തരികയാണ്. എവിടേക്ക് പോകാൻ? സഹലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, സ്വർഗ്ഗത്തിലേക്കുള്ള കവാടങ്ങൾ അല്ലാഹു നമ്മൾക്ക് സൗകര്യമാക്കി തരികയാണ്. ഇങ്ങനെ ഇൽമിന്റെ മജ്ലിസുകളെ നമ്മൾ സ്നേഹിക്കുമ്പോ, ദിക്റിന്റെ മജ്ലിസുകളെ സ്നേഹിക്കുമ്പോ, സ്വലാത്തിന്റെ മജ്ലിസുകളെ സ്നേഹിക്കുമ്പോ, അത് കാരണം നമ്മൾ എത്തിപ്പെടുന്നത് നാളെ മഹ്ശറയിൽ അല്ലാഹുവിന്റെ സ്വർഗ്ഗലോകങ്ങളിലേക്കാണ്. അല്ലാഹു നമ്മൾക്ക് സ്വർഗ്ഗം നൽകുമാറാവട്ടെ. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പഠിപ്പിക്കുന്നു, അല്ലാഹുവിന്റെ മാലാഖമാർ ഇവിടെ പൊതിഞ്ഞു നിൽക്കുന്നുണ്ട്. ഒരുപാട് മാലാഖമാർ ഇൽമിന്റെ സദസ്സ് കാണുമ്പോ തന്റെ കൂടെയുള്ള ആളുകളെ അവർ വിളിക്കുന്നു, ഹലുമ്മൂ, നിങ്ങൾ ഇങ്ങോട്ട് കടന്നു വാ, നിങ്ങൾ ഇങ്ങോട്ട് കടന്നു വാ. ഇവിടെയുണ്ട് സ്വർഗത്തിന്റെ പൂങ്കാവനം, ഇവിടെയുണ്ട് സ്വർഗത്തിന്റെ സദസ്സ്, ഇങ്ങോട്ട് വാ. എന്നിട്ട് പറയും, നാളെ രാവിലെ അല്ലാഹുവിന്റെ കോടതിയിലേക്ക് മാലാഖമാർ മടങ്ങിപ്പോകുമ്പോ അല്ലാഹു അവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഭൂമിയിൽ നിന്ന് കടന്നു വന്നവരല്ലേ, നിങ്ങൾ ഭൂമിയിൽ നിന്ന് വന്നവരാണല്ലോ, എന്റെ അടിമകൾ അവിടെ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ മാലാഖമാർ അവരോട് പറയുന്നു, പടച്ച റബ്ബേ, നിന്റെ അടിമകൾ നിനക്ക് വേണ്ടി ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്, നിനക്ക് വേണ്ടി ദിക്റ് ചൊല്ലുന്നുണ്ട്, നിനക്ക് വേണ്ടി തസ്ബീഹ് ചൊല്ലുന്നുണ്ട്, നിന്റെ കാര്യം അവർ ചർച്ച ചെയ്യുന്നുണ്ട് റബ്ബേ. അപ്പോഴാണ് അല്ലാഹു ചോദിക്കുന്നത്, അവരെന്നെ കണ്ടിട്ടുണ്ടോ? അവരെന്നെ കണ്ടിട്ടുണ്ടോ? ഇല്ല. എന്നെ എങ്ങാനും അവർ കണ്ടിരുന്നുവെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു എന്ന് അല്ലാഹു ചോദിക്കുമ്പോഴാണ് അല്ലാഹുവിന്റെ മാലാഖമാര് പറയുന്നത്, നിന്നെ എങ്ങാനും അവർ കണ്ടിരുന്നുവെങ്കിൽ പടച്ച റബ്ബേ, അവർ ഒരുപാട് ഇബാദത്ത് ചെയ്യുമായിരുന്നു. എന്താണ് അവർക്ക് വേണ്ടത്? എന്താണ് അവരെന്നോട് ചോദിച്ചു കൊണ്ടിരിക്കുന്നത്? മൈക്ക് പോരട്ടോ, എന്നില്ല, റിസ്ക് സ്ട്രെയിൻ എടുക്കേണ്ടി വരുന്നു. ഇത്ര വലിയ വാട്സൊക്കെ വെച്ച് നിങ്ങൾ ശരിയാക്കിയില്ലെങ്കിൽ ഈ 2 സാധനം മോണിറ്റർ ഒന്ന് ശരിയാക്കി തന്നാൽ മതി. നിങ്ങൾ അല്ലാഹു പറയുന്നു, അല്ലാഹു അവരോട് പറയുന്നു,
മാലാഖമാരോട് അല്ലാഹു ചോദിക്കുകയാണ്, എന്താണ് അവർക്ക് വേണ്ടത്, എന്താണ് അവർക്ക് വേണ്ടത്, എന്താണ് അവരെന്നോട് ചോദിച്ചു കൊണ്ടിരിക്കുന്നത്? അപ്പോഴാണ് മാലാഖമാര് പറയുന്നത്, യസ്അലൂനകൽ ജന്ന, പടച്ച റബ്ബേ അവർക്ക് വേണ്ടത് സ്വർഗ്ഗമാണല്ലോ, അവർക്ക് വേണ്ടത് സ്വർഗ്ഗമാണ്. അല്ലാഹു നമ്മൾക്കൊക്കെ സ്വർഗ്ഗം നൽകുമാറാവട്ടെ, അല്ലാഹു നമ്മൾക്കൊക്കെ സ്വർഗ്ഗം നൽകുമാറാവട്ടെ. നിങ്ങൾക്കൊന്നും വേണ്ടേ? ആമീനൊന്നും പറയുന്നില്ലല്ലോ. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് وإنما توفون أجوركم يوم القيامة فمن زحزح عن النار وأدخل الجنة فقد فاز. എല്ലാവരും മരിക്കേണ്ടവരാണല്ലോ, എല്ലാവരും മരിച്ചു പോകുന്നവരുമാണല്ലോ. وإنما توفون أجوركم يوم القيامة, നിങ്ങളുടെ നന്മകളെയും നിങ്ങളുടെ തിന്മകളെയും തീരുമാനിക്കുന്നത് അല്ലാഹു നാളെ മഹ്ശറയിൽ വെച്ചാണ്. فما زحزح عن النار, ആരാണ് നരകലോകത്തിൽ നിന്ന് അകറ്റപ്പെടുകയും വഉദ്ഖിലൽ ജന്ന, സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകുവാനുള്ള സൗഭാഗ്യം ലഭിക്കുകയും ചെയ്തത്, ഫഖദ് ഫാസ്, അവരാണ് വിജയിച്ചത് എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു നമ്മെ പഠിപ്പിക്കുകയാണ്. നരകത്തിലേക്ക് കടക്കാതെ രക്ഷപ്പെടണം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അല്ലാഹു ചോദിക്കുന്നു മലാക്കമാരോട്, എന്താണ് അവർക്ക് വേണ്ടത്? പടച്ച റബ്ബേ, യസ്അലൂനകൽ ജന്ന, അവർക്ക് വേണ്ടത് സ്വർഗ്ഗമാണല്ലോ. നിന്നോടവർ ചോദിക്കുന്നത് സ്വർഗ്ഗമാണ് റബ്ബേ. അല്ലാഹു ചോദിക്കുകയാണ്, സ്വർഗ്ഗം കണ്ടിട്ടുണ്ടോ? ഇല്ല. എന്തിനെ തൊട്ടാണ് അവർ അഭയം തേടുന്നത്? അവര് പറയുന്നു, പടച്ച റബ്ബേ, നരകത്തിന്റെ ഭയാനകതയിൽ നിന്ന് അടിമകളെല്ലാം കരഞ്ഞുകൊണ്ട് അല്ലാഹുവേ എന്നെ രക്ഷപ്പെടുത്തണേ എന്ന് പറയുന്നുണ്ട്. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന് അല്ലാഹു നമ്മെ കാക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലാഹുവേ നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന് നീ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. മലക്കുകൾ പറയുന്നു, റബ്ബേ, നരകത്തിൽ നിന്നാണ് അടിമകളായ ആളുകളെല്ലാം അഭയം തേടുന്നത്. നരകം അവർ കണ്ടിട്ടുണ്ടോ? ഇല്ല. നരകമാരും കണ്ടിട്ടില്ല. നരകം കാണാതെ നരകത്തിൽ നിന്ന് അഭയം തേടുകയാണോ? എന്നിട്ടാണ് അല്ലാഹു മലക്കുകളോട് പറയുന്നത്, യാ മലായികതി, എന്റെ പൊന്നു മലക്കുകളെ, ഞാൻ നിങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ടൊരു കാര്യം പറയട്ടെ, നിങ്ങളെ മുമ്പിൽ നിർത്തിക്കൊണ്ട് ഞാനൊരു കാര്യം പറയട്ടെ. ഇവിടെ ഇരുന്ന ആളുകൾ, ഇൽമിന്റെ സദസ്സിലേക്ക് വന്ന ആളുകൾ, ദിക്റിന്റെ സദസ്സിലേക്ക് കടന്നു വന്നവർ, സ്വലാത്തിന്റെ മജ്ലിസിലേക്ക് കടന്നു വന്നവർ, അന്നീ ഖദ് ഗഫർതു ലഹും, അവരുടെ സകലമായ ചെറുദോഷങ്ങളും ഞാൻ പുറത്തു കൊടുത്തിരിക്കുകയാണ്. സ്വഹീഹ് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണിത്. നിയ്യത്തിന്റെ ആവശ്യമില്ല. ഇത് കുറച്ച് ഓപ്പൺ ആയിക്കൂടെ? മോണിറ്റർ മാക്സിമം ഓപ്പൺ ആക്കിയ സാധനം. നിയ്യത്തിന്റെ ആവശ്യമില്ലാതെ, ലക്ഷ്യം പോലുമില്ലാതെ ഒരാൾ വന്നിരുന്നാൽ, സദസ്സിലേക്ക് കടന്നു വന്നാൽ, അന്നീ ഖദ് ഗഫർതു ലഹും, അവരുടെ പാപങ്ങൾ ഞാൻ പുറത്തു കൊടുത്തു എന്ന് സ്വഹീഹ് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണല്ലോ. അപ്പോഴാണ് മലക്കുകൾ പറയുന്നത്, പടച്ച റബ്ബേ, അവിടെ നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ല ചില ആളുകൾ കടന്നു വന്നത്, നിന്റെ വജ്ഹ് പ്രതീക്ഷിച്ചിട്ടല്ല, നിന്റെ പ്രീതി ആഗ്രഹിച്ചിട്ടല്ല, എന്തോ ആരുടെയൊക്കെയോ നിർബന്ധം മൂലം അല്ലെങ്കിൽ എന്തോ മറ്റു ചില താല്പര്യങ്ങൾ മൂലം കടന്നു വന്നതാണല്ലോ. ഇന്ന ഫീഹിൻ ഫുലാൻ, അതിൽ ചില ആളുകൾ അവരുടെ ലക്ഷ്യം വേറെയാണ് റബ്ബേ. അപ്പോഴാണ് അല്ലാഹു പറയുന്നത്, മലക്കുകളെ, ഹുമുൽ ഖൗമു ലാ യശ്ഖാ ജലീസുഹും, അവിടെ ഇരുന്ന ഒരാളും പരാജയപ്പെടൂല. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം, ജലീസുഹും പുറത്തുനിന്ന് വാഹനങ്ങളിൽ കേട്ടാൽ ഇതിന്റെ പുണ്യം ലഭിക്കുമോ? ഇല്ല, അത് ലഭിക്കൂല. പള്ളിയിലിരുന്ന് കേട്ടാലും ഇതിന്റെ പുണ്യം ലഭിക്കുകയില്ല. ജലീസുഹും, ഇവിടെ ഇരുന്ന് സദസ്സിലേക്ക് കടന്നു വന്ന് ഇരിക്കണം. എവിടെ പോയാലും വഅലിന്റെ സദസ്സിലേക്കോ ദിക്റിന്റെ സദസ്സിലേക്കോ സ്വലാത്തിന്റെ മജ്ലിസിലേക്കോ നമ്മൾ ചെന്നാൽ അവിടെ പോയിരിക്കണം. ഹുമുൽ ഖൗമു ലാ യശ്ഖാ ജലീസുഹും, അവിടെ ഇരുന്ന ഒരാളും പരാജയപ്പെടൂല എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്
സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാവട്ടെ, അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. ഇതിനു വേണ്ടി പ്രവർത്തിച്ചവർ, ഇതിനെ സഹായിച്ചവർ, ഇതിനോട് സഹകരിച്ചവർ എല്ലാവരെയും നാളെ ആഖിറം രക്ഷപ്പെടാനൊരു കാരണമാക്കി അല്ലാഹു മാറ്റുമാറാവട്ടെ. അല്ലാഹുവേ 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 നാളെ മഹ്ശറയിലും നാളെ ഖബറിലും ഉപകാരമുള്ള സദസ്സാക്കി നീ മാറ്റണേ അല്ലാഹ്. ഇബ്നു ആദം പൊന്നു സഹോദരന്മാരെ, ആദമിന്റെ സന്തതി, ആദമിന്റെ പുത്രന്മാരെ, ഖലഖതുക ലിൽ ഇബാദ, നിന്നെ ഞാൻ സൃഷ്ടിച്ചത് എനിക്ക് ആരാധിക്കാൻ വേണ്ടിയാണ്. ഫലാ തൽഅബ്, അതുകൊണ്ട് നീ കളിച്ചു നടക്കണ്ട. അല്ലാഹു പരിശുദ്ധമായ ഖുദ്സിയായ ഹദീസിലൂടെ പഠിപ്പിച്ചു തരുന്ന വചനങ്ങളാണിത്. യബ്ന ആദം, ഓ ആദമിന്റെ പുത്ര, ഖലഖതുക ലിൽ ഇബാദ, നിന്നെ ഞാൻ സൃഷ്ടിച്ചത് എനിക്ക് ആരാധിക്കാൻ വേണ്ടിയാണ്, കളിക്കാനല്ല, ചിരിക്കാനല്ല, തോന്നിവാസങ്ങൾ ചെയ്യാനല്ല, താൻ തോന്നിയായി ജീവിക്കാനല്ല, വെറുതെ സൊറ പറഞ്ഞിരിക്കാനല്ല, എനിക്ക് ആരാധിക്കാനാണ് നമ്മെ എല്ലാവരെയും പടച്ചുറപ്പ് പടച്ചു വെക്കത്. അല്ലാഹു നമ്മെ പടച്ചത്, അല്ലാഹു നമ്മെ സൃഷ്ടിച്ചത്. ഫലാ തൽഅബ്, അതുകൊണ്ട് നീ കളിക്കണ്ട, അതുകൊണ്ട് കളിക്കാൻ പാടില്ല, അല്ലേ? കളിക്കാൻ പാടില്ല. എന്തിന്? ഭൂമിയിലുള്ള സകലതും അല്ലാഹുവിന് ശുക്ർ ചെയ്യുമ്പോൾ, ഭൂമിയിലുള്ള സകലമാന വസ്തുക്കളും അല്ലാഹുവിന് ശുക്ർ ചെയ്യുമ്പോ മുഅ്മിനീങ്ങളായ നമ്മൾ മാത്രം ശുക്ർ ചെയ്യാതിരിക്കാൻ പാടുണ്ടോ? എല്ലാവരും ശുക്ർ ചെയ്യുകയാണ്, എല്ലാവരും തസ്ബീഹ് ചൊല്ലുകയാണ്, എല്ലാവരും അല്ലാഹുവിന്റെ ആ ഒരു മഹത്വം വായിക്കുമ്പോൾ നമ്മൾ മാത്രം അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാതെ കളിച്ചു ചിരിക്കാൻ തുടങ്ങിയാൽ അല്ലാഹു നമ്മൾക്ക് മാപ്പ് നൽകുമോ? മുഅ്മിനീങ്ങളെ, അല്ലാഹു പറയുന്നുണ്ടല്ലോ, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അലം തറ അന്നല്ലാഹ യസ്ജുദു ലഹു മൻ ഫിസ് സമാവാത്, അലം തറ, നബിയേ താങ്കൾ കാണുന്നില്ലേ? നബിയെ ആലോചിക്കേണ്ട, അത്ഭുതപ്പെടേണ്ട ആയത്താണിത്, എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തിയ ആയത്താണിത്. അലം തറ, നബിയേ താങ്കൾ കാണുന്നില്ല? നബിയേ മൻ ഫിസ് സമാവാത്, ആകാശലോകങ്ങളിലുള്ളവർ, അന്നല്ലാഹ, അല്ലാഹുവിനെ, യസ്ജുദു ലഹു മാ ഫിസ് സമാവാത്, ആകാശലോകങ്ങളിലുള്ള സകലമാന സൃഷ്ടികളും അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്നത് നബിയെ താങ്കൾ കാണുന്നില്ലേ? ആകാശലോകങ്ങളിൽ ആരൊക്കെയാണ്? മാലാഖമാർ, അവിടെയുള്ള അർവാഹ്, സൂര്യനെ, ചന്ദ്രനെ, മറ്റുള്ള സകലമാന വസ്തുക്കളും അല്ലാഹുവിനെ വാഴ്ത്തുകയും അല്ലാഹുവിന്റെ നിയമങ്ങൾ അംഗീകരിക്കുകയും അല്ലാഹു എന്താണോ കൽപ്പിച്ചത് അതുമാത്രം ചെയ്തുകൊണ്ട് അല്ലാഹുവിന് സാഷ്ടാംഗം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളെ നബിയെ താങ്കൾക്ക് കാണുന്നില്ലേ? അല്ലാഹു ചോദിക്കുകയാണ്. അലം തറ, നിങ്ങൾ കാണുന്നില്ലേ? ആകാശങ്ങളിലുള്ളവർ അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്നു. ഭൂമിയിലുള്ളവരും അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്നു, അല്ലാഹുവിന് ശുക്ർ ചെയ്യുന്നുണ്ട്. സൂര്യൻ അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്നു, വൽ ഖമർ, ചന്ദ്രനും അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്നു. വന്നുജൂം, നക്ഷത്രങ്ങളും അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്നു. വൽ ജിബാൽ, പർവ്വതങ്ങളും അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്നു. നമ്മൾ കണ്ടോ പർവ്വതങ്ങൾ സുജൂദ് ചെയ്യുന്നത്? നമ്മൾ കണ്ടോ? സൂര്യന് സുജൂദ് ചെയ്യുന്നു എന്ന് നമ്മൾ കണ്ടോ? ഇല്ല. ചന്ദ്രൻ സുജൂദ് ചെയ്യുന്നു എന്ന് നമ്മൾ കണ്ടോ? ഇല്ല. അല്ലാഹു പറയാണ്, വശജറു, മരങ്ങളും അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്നുണ്ട്. നമ്മുടെ വീടിന്റെ മുറ്റങ്ങളിലുള്ള, നമ്മുടെ വീടിന്റെ പൂന്തോട്ടങ്ങളിലുള്ള ചെടികൾ വരെ അല്ലാഹുവിന് സാഷ്ടാംഗം ചെയ്യുന്നുണ്ട്. ഇത് പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളാണ്. വശജറു വദ്ദവാബ്, നമ്മുടെ വീട്ടിൽ നമ്മൾ പോറ്റി വളർത്തുന്ന നാൽക്കാലികളും അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്നുണ്ട്.
ഭൂമിയിലുള്ള സകലമാന മൃഗങ്ങളും അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്നു. വകസീറുൻ മിനന്നാസ്. നോക്കണം സഹോദരങ്ങളെ, മനുഷ്യന്മാരെ പറയുമ്പോൾ മാത്രം അല്ലാഹു ഒരു പദം ഉപയോഗിക്കുകയാണ്. സൂര്യൻ സുജൂദ് ചെയ്യുന്നു, ചന്ദ്രൻ സുജൂദ് ചെയ്യുന്നു, മരങ്ങൾ സുജൂദ് ചെയ്യുന്നു. ഏത് മരങ്ങൾ? എല്ലാ മരങ്ങളും അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്നു. എല്ലാ മൃഗങ്ങളും അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്നു. എല്ലാ നക്ഷത്രങ്ങളും സുജൂദ് ചെയ്യുന്നു. മനുഷ്യനെ പറയുമ്പോ എന്താണ് അല്ലാഹു ഉപയോഗിച്ചത്? വകസീറുൻ മിനന്നാസ്. ജനങ്ങളിൽപ്പെട്ട ഭൂരിഭാഗം ആളുകളും, അധികം ആളുകളും അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്നുണ്ട്. എല്ലാവരും ഇല്ല, മറ്റതൊക്കെ എല്ലാവരും ചെയ്യുന്നുണ്ട്. എല്ലാ മരങ്ങളും, എല്ലാ മൃഗങ്ങളും, എല്ലാ നക്ഷത്രങ്ങളും, സൂര്യനും ചന്ദ്രനും അല്ലാഹുവിന് സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുകയാ. പക്ഷേ മനുഷ്യൻ മാത്രം അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്നില്ല. നോക്കണം, നമ്മൾ ആലോചിക്കണം. നമ്മൾ ഇവിടെ വന്നാസ്, ജനങ്ങളും അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അമുസ്ലിമീങ്ങളായ ആളുകൾ വന്ന് ചോദിക്കുമല്ലോ, ഖുർആനിൽ നുണയുണ്ടെന്ന്, ഖുർആനിൽ കളവുണ്ടെന്ന്, ഖുർആനിൽ കെട്ടുകഥകളുണ്ടെന്ന് അമുസ്ലിമീങ്ങളായ സഹോദരങ്ങൾ പറയുമല്ലോ. അതുകൊണ്ട് അല്ലാഹു ഉപയോഗിച്ചത് വകസീറുൻ മിനന്നാസ്. ജനങ്ങളിൽപ്പെട്ട ഭൂരിഭാഗം ആളുകളും അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്നുണ്ട്. എന്നാൽ അതേപോലെ ഒരു വലിയൊരു വിഭാഗം സുജൂദ് ചെയ്യാതെ കിടക്കുന്നുണ്ട്. വകസീറുൻ ഹഖ്ഖ അലൈഹിൽ അദാബ്. സുജൂദ് ചെയ്യാത്ത ഒരുപാട് ആളുകളുണ്ട്, അവർക്ക് അല്ലാഹുവിന്റെ ശിക്ഷകൾ വരാനിരിക്കുകയാണ്. സുജൂദ് ചെയ്യാത്തവർ, അല്ലാഹുവിന് സാഷ്ടാംഗം ചെയ്യാത്തവർ, അവർ നിന്ദ്യരാണ്, അവർ നിസ്സാരരാണ്, അവർ നീചരാണ്. അല്ലാഹു ഒരാളെ നിസ്സാരനാക്കിയാൽ, എന്നെ പടച്ച എന്റെ റബ്ബിന് ഞാൻ സുജൂദ് ചെയ്യുന്നത് എന്റെ അഭിമാനമാണല്ലോ. എന്നാൽ പടച്ച റബ്ബിന്റെ മുമ്പിൽ തല കുനിക്കാൻ അവസരം ലഭിക്കാത്തവർ നിന്ദ്യരാണ്. അവരെ ബഹുമാനിക്കാനോ അവരെ ആദരിക്കുവാനോ ലോകത്ത് ഒരാളുമില്ലെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പിന്നെ സഹോദരങ്ങളെ, യബ്ന ആദം, എന്റെ ആദം പുത്രന്മാരെ, ആദമിന്റെ മക്കളെ, ഖലഖ്തുക ലിൽ ഇബാദ, നിന്നെ ഞാൻ സൃഷ്ടിച്ചത് എന്നെ ആരാധിക്കാൻ വേണ്ടിയാണ്. ഫലാ തൽഅബ്, അതുകൊണ്ട് നീ കളിച്ചു നടക്കില്ല. കളിക്കാനല്ലല്ലോ മനുഷ്യൻ അല്ലാഹു സൃഷ്ടിച്ചത്, അല്ലേ? കളിക്കാനാണോ? വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ. ഞാനൊരു മനുഷ്യനെയോ ഞാനൊരു ജിന്നിനെയോ സൃഷ്ടിച്ചിട്ടില്ല എനിക്ക് ആരാധിക്കാൻ വേണ്ടിയിട്ടല്ലാതെ. പിന്നെ എങ്ങനെയാണ് എന്റെ പൊന്നു ചെറുപ്പക്കാരെ കളിച്ച് നമ്മൾ ജീവിക്കുന്നത്? വൈകുന്നേരങ്ങളിലുള്ള കളിയെക്കുറിച്ചല്ല ഇത് പറയുന്നത്. ആരോഗ്യത്തിന് വേണ്ടിയുള്ള രാവിലെയോ വൈകുന്നേരങ്ങളിലോ ഉള്ള കളികളെ കുറിച്ചല്ല ഇത് പറയുന്നത്. അല്ലാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് സദാ സമയവും നിസ്കരിക്കാൻ സമയമില്ലാതെ, പള്ളിയിൽ പോകാൻ സമയമില്ലാതെ, ഖുർആൻ ഓതാൻ സമയമില്ലാതെ, അല്ലാഹുവിന് വേണ്ടി ദിക്ർ ചൊല്ലാൻ സമയമില്ലാതെ സദാസമയവും തോന്നിവാസികളായി ജീവിക്കുന്ന ആളുകൾ, അവരോടാണ് ഞാൻ പറയുന്നത്. കളിക്കാനല്ലല്ലോ അല്ലാഹു നമ്മെ സൃഷ്ടിച്ചത്. അല്ലാഹു പറയുന്നുണ്ടല്ലോ, വദരില്ലദീന തഖദൂ ദീനഹും ലഇബൻ വലഹിവാ. നബിയെ, ജീവിതം തന്നെ കളിക്കാനും ചിരിക്കാനും വേണ്ടി മാറ്റിവെച്ച ചില ആളുകളുണ്ട്. അവരെ നിങ്ങൾ മൈൻഡ് ചെയ്യല്ല നബിയെ, അവരെ നിങ്ങൾ പരിഗണിക്കല്ല നബിയെ, അവർക്ക് യാതൊരു സ്ഥാനവും നിങ്ങളിൽ കൊടുക്കല്ല നബിയെ. അവരുടെ കാര്യം ഞാൻ ഏറ്റെടുത്തിരിക്കുകയാണ്. അവർക്ക് വേണ്ടത് നൽകാൻ ഞാൻ തയ്യാറാണ്. അവർക്ക് വേണ്ടുന്ന ശിക്ഷകൾ ഒന്നിന് പിറകെ ഒന്നായി നൽകാൻ ഞാൻ തയ്യാറാണെന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹുവിന്റെ ഹബീബിനോട് അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് കളിച്ചു നടക്കല്ല. ഫലാ തൽഅബ്, കളിക്കാനല്ല, ഇബാദത്ത് ചെയ്യാനാണ് അല്ലാഹു നമ്മെ സൃഷ്ടിച്ചത്. വഖസംതു ലക റിസ്ഖക, നിന്റെ ഭക്ഷണം ഞാൻ കണക്കാക്കി തന്നുവല്ലോ, അല്ലെ? ഭക്ഷണത്തിന് വേണ്ടിയാണ് എല്ലാവരും നെട്ടോട്ടം ഓടുന്നത്. രാവിലെ എണീച്ച പിന്നെ ചിന്ത, പഠിച്ചോനെ ഇന്നെങ്ങനെങ്കിലും ക്യാഷ് ഉണ്ടാക്കണല്ലോ, ഇന്നെങ്ങനെങ്കിലും ക്യാഷ് ഉണ്ടാക്കണല്ലോ, ഒരു മുതലാളി ആവണല്ലോ, ഒരു വണ്ടി വാങ്ങിക്കണല്ലോ എന്നൊക്കെയാണ് നമ്മൾ ചിന്തിക്കുക.
അങ്ങനെയാണൊരു ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ ഒരു സഹോദരൻ രാവിലെ എണീറ്റ ഉടനെ അവൻ ചിന്തിക്കുന്നത് എനിക്ക് പൈസ ഉണ്ടാക്കണമല്ലോ എന്നാണെങ്കിൽ അള്ളാഹു അവന്റെ മുമ്പിൽ ദാരിദ്ര്യം കൊണ്ടുവരുമെന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി. ഇനി ഒരാളുടെ ചിന്ത എന്താ? പടച്ചവനെ ആഖിറത്തിൽ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമല്ലോ, ആഖിറത്തിലേക്ക് എന്തെങ്കിലും ഞാൻ ഒരുമിച്ച് കൂട്ടണമല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഒരാൾ സുബഹിക്ക് എണീറ്റ് നിൽക്കുന്നതെങ്കിൽ അവൻ അല്ലാഹു ദാരിദ്ര്യം നൽകൂല. അവന് വേണ്ടുന്ന സാമ്പത്തിക അവസ്ഥ, അവന് വേണ്ടുന്ന സാമ്പത്തിക അഭിവൃദ്ധി, അവന് വേണ്ടുന്ന സാമ്പത്തിക സഹായങ്ങൾ പടച്ച റബ്ബ് നൽകുമെന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മൾ തീരുമാനിക്കുക, എന്താണ് നമ്മൾ തീരുമാനിക്കുക, എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് നമ്മളാണ് തീരുമാനിക്കേണ്ടത്, അല്ലെ? രാവിലെ എണീക്കുമ്പോ രണ്ട് ചിന്തകളുമായിട്ടാണ് ആളുകൾ രാവിലെ എണീക്കുന്നത്. ഒന്ന്, എനിക്ക് പൈസ ഉണ്ടാക്കണം, പിന്നൊന്ന്, എനിക്ക് ആഖിറത്തിൽ രക്ഷപ്പെടണം. പൈസ ഉണ്ടാക്കണമെന്ന് ചിന്തിക്കുന്ന ആളുകൾക്ക് അല്ലാഹു ദാരിദ്ര്യം നൽകുമെന്നും, ആഖിറത്തിനെ ഓർത്തുകൊണ്ട് ആരാണ് പ്രഭാതത്തിൽ എണീക്കുന്നത് അവർക്ക് ഞാൻ ഐശ്വര്യം നൽകുകയും ദുനിയാവിലും ആഖിറത്തിലും അവർക്ക് ഞാൻ വിജയം നൽകുമെന്നും അല്ലാഹുവിന്റെ ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. എന്നിട്ട് ഹബീബ് പറയാണ്, വഖസംതു ലക റിസ്ഖക, നിനക്ക് വേണ്ട ഭക്ഷണം ഞാൻ കണക്കാക്കി തന്നിട്ടുണ്ടല്ലോ, അല്ലേ? നമ്മൾക്കെല്ലാവർക്കും പടച്ച റബ്ബ് ഭക്ഷണം കണക്കാക്കി വെച്ചപ്പോ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ 4 മാസമാകുമ്പോഴേക്കും മലക്കിനെ പറഞ്ഞയച്ചു. എന്തിനെന്നറിയോ? നമ്മുടെ ആയുസ് എഴുതി വെക്കാനും, നമ്മുടെ വയസ്സ് എഴുതി വെക്കാനും, നമ്മുടെ ഭക്ഷണം എഴുതി വെക്കാനും അല്ലാഹു മലക്കുകളെ പറഞ്ഞയച്ചു. ഉമ്മയുടെ ഗർഭപാത്രത്തിൽ ഇരിക്കുമ്പോഴാണ് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾക്ക് എത്രത്തോളം ജീവിക്കുമെന്ന് കണക്കാക്കുന്നത്, എത്ര ഭക്ഷണം നാം കഴിക്കുമെന്ന് അല്ലാഹു കണക്കാക്കുന്നത്. അതിനേക്കാൾ കൂടുകയോ അതിനേക്കാൾ കുറയുകയോ ചെയ്യില്ലല്ലോ പുണ്യ സഹോദരങ്ങളെ. മഹാനായ ഹാത്തിമുൽ അസ്ം റളിയല്ലാഹു അൻഹു, നിങ്ങള് ഇതൊക്കെ ചെല്ലുന്നുണ്ടോ? തർലീത്തൊക്കെ ചെല്ലുന്നുണ്ടോ? ഉറക്കം വരുന്നുണ്ടല്ലോ? ഉറക്കം വരുന്നുണ്ടോ? ഇത്ര ഒരു വിപുലമായ ഒരു പരിപാടി നമ്മൾ സംഘടിപ്പിച്ച് അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വലാത്തും തർലീയത്തൊക്കെ ചെല്ലില്ലെങ്കിൽ ഇതൊരു മോശാവൂലേ? ഉറക്കം ചെല്ലുന്ന എല്ലാവരും ഇൻഷാ അല്ലാഹ് നിങ്ങളെ മടുപ്പിക്കാതെ, നിങ്ങൾക്കൊരു മടുപ്പ് വരുമ്പോ ഇൻഷാ അല്ലാഹ് ഞാൻ നിർത്തും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതുവരെ എല്ലാവരും ഇരിക്കും, കുറച്ച് സമയമല്ലേ ഉള്ളൂ. ഒരുപാട് സമയം നമ്മൾ കളി കാണാൻ വേണ്ടി ചെലവഴിച്ചിട്ടുണ്ടല്ലേ, ഒരുപാട് സമയം നമ്മൾ വെറുതെ ചെലവഴിച്ചിട്ടുണ്ട്. ഇത് ദീനിന് വേണ്ടി ചെലവഴിക്കാൻ അല്ലാഹു നാളെ ചോദിക്കൂലേ? നമ്മുടെ സമയങ്ങളെ കുറിച്ച് അല്ലാഹു നാളെ ചോദിക്കുന്നുണ്ട് മഹ്ശറയിൽ. ലാ യസൂലു ഖദമ ഇബ്ന ആദം, ആദമിന്റെ കാൽപാദങ്ങൾ അനക്കാൻ പറ്റില്ലല്ലോ. ഹത്താ യുസ്അല അൻ ഖംസിൻ, 5 കാര്യങ്ങളെ കുറിച്ച് ചോദിക്കാതെ ഒരാളുടെയും കാൽപാദങ്ങൾ അനക്കാൻ പറ്റൂല. എന്താണ് ചോദിക്കുന്നത്? നിന്റെ സമയം നീ എങ്ങനെയാണ് ചെലവഴിച്ചത്? എന്തിനു വേണ്ടിയാണ് ചെലവഴിച്ചത്? ആർക്ക് വേണ്ടിയാണ് ചെലവഴിച്ചത് എന്ന് അല്ലാഹു ചോദിക്കുമ്പോ നമ്മൾക്ക് പറയാലോ, പടച്ച റബ്ബേ ഞാൻ വാലിന്റെ സദസ്സിൽ വന്നിരുന്നു, പടച്ച റബ്ബേ ഞാൻ വാലിന്റെ സദസ്സുകൾ, ഇൽമിന്റെ സദസ്സുകൾ ഞാൻ ഒന്നും ഉപേക്ഷിച്ചിട്ടില്ല എന്ന് പടച്ച റബ്ബിനോട് പറയാം. ഈ 2 മണിക്കൂർ നമ്മൾക്ക് ഉപകാരമുള്ള സമയമാണല്ലോ. ആഖിറത്തിൽ അല്ലാഹുവിന്റെ കോടതിയിൽ ഏറ്റവും നന്നായി അഭിമാനിക്കുവാനും അല്ലാഹുവിന്റെ കോടതിയിൽ പ്രതിഫലം ലഭിക്കുകയും ചെയ്യുന്ന സദസ്സാണല്ലോ. അല്ലാഹു നമ്മളുടെ എല്ലാ അമലുകളും സ്വീകരിക്കുമാറാവട്ടെ. ഏതായാലും മഹാനായ ഹാത്തിമുൽ അസ്ം റളിയല്ലാഹു അൻഹുവിനോട് മഹാന്മാരായ ആളുകൾ ചോദിച്ചു, എങ്ങനെയാണ് നിങ്ങൾ ലോകം കണ്ട മുത്തഖിയായി മാറിയത്? എങ്ങനെയാണ് നിങ്ങളൊരു സൂഫി വര്യനായി മാറിയത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ മുത്തഖിയായി മാറാൻ 4 കാരണങ്ങളാണ്. ശ്രദ്ധിക്കണമെന്ന സഹോദരങ്ങൾ, ജീവിതത്തിൽ മാറ്റം വരുവാൻ 4 കാരണങ്ങൾ വേണം. നമ്മുടെ ജീവിതത്തിൽ മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ ഒരു ചേഞ്ച് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? നന്നാവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ ഈ 4 കാര്യങ്ങൾ നമ്മൾ മുറുകെ പിടിക്കണം. മഹാനായ ഹാത്തിമുൽ അസ്ം റളിയല്ലാഹു അൻഹു പറഞ്ഞു, 4 കാര്യങ്ങൾ ഓർക്കുമ്പോഴാണ് എനിക്ക് നന്നാവാൻ തോന്നിയത്. ഒന്നാമത്തേത്, അല്ലാഹുവിന്റെ ഭക്ഷണം കണക്കാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞുവല്ലോ, എന്റെ ഭക്ഷണം അല്ലാഹു തീരുമാനിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുവല്ലോ. ഉമ്മയുടെ ഗർഭപാത്രത്തിലിരിക്കുമ്പോ ഞാൻ എത്ര ഭക്ഷണം കഴിക്കും, ഞാൻ എവിടെയൊക്കെ ജോലി ചെയ്യും, ഞാൻ എത്ര വെള്ളം കുടിക്കുമെന്നും ഞാൻ എത്ര കാലം ജീവിക്കുമെന്നും അല്ലാഹു കണക്കാക്കി വെച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഭക്ഷണത്തെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല.
ഭക്ഷണത്തെക്കുറിച്ച് ഞാൻ ആലോചിച്ചിട്ടേയില്ല, ജോലിയെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ല, സാലറിയെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ല. കാരണം അല്ലാഹു കണക്കാക്കിയത് ഏത് വഴിയിലൂടെയും എനിക്ക് ലഭിക്കുമെന്നുറപ്പാണല്ലോ. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത, അല്ലാഹു തന്നതിനെ തടയുന്നവനില്ലല്ലോ. വലാ മുഅതിയ ലിമാ മനഅത, അല്ലാഹു തടഞ്ഞതിനെ നൽകുന്നവനുമില്ലല്ലോ. വലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅതിയ ലിമാ മനഅത വലാ റാദ്ദ ലിമാ ഖളൈത വലാ മുബദ്ദില ലിമാ ഹകംത, അല്ലാഹു വിധിച്ചതിനെ മാറ്റുന്നവനില്ല. അല്ലാഹുവിന്റെ ഖദറിനെ, അല്ലാഹുവിന്റെ ഖളാഇനെ മാറ്റിമറിക്കുന്നവനുമില്ലല്ലോ. അല്ലാഹു എനിക്ക് കണക്കാക്കിയ ഭക്ഷണത്തിൽ നിന്ന് ഒരു ഇഞ്ച് പോലും മറ്റൊരാൾക്ക് എടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് അല്ലാഹു കണക്കാക്കിയത് എനിക്ക് തന്നെ ലഭിക്കുമെന്ന് ഞാൻ ഉറപ്പിച്ചു. അതുകൊണ്ട് സമ്പത്തിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചേയില്ല, ജോലിയെക്കുറിച്ച് ഞാൻ ചിന്തിച്ചേയില്ല, സാലറിയെക്കുറിച്ച് ഞാൻ ചിന്തിച്ചേയില്ല, ഭക്ഷണത്തെക്കുറിച്ചോ അന്യപാനീയങ്ങളെക്കുറിച്ചോ ഞാൻ ആലോചിച്ചില്ല. അതുകൊണ്ട് ആ സമയവും അല്ലാഹുവിന് വേണ്ടി ഞാൻ ചെലവഴിച്ചു. രണ്ടാമത് ഞാൻ ആലോചിച്ചത്, മരണം എന്റെ പിന്നാലെ കൂടുന്നുണ്ടല്ലോ, മരണം എന്റെ പിന്നാലെ കടന്നു വരുന്നുണ്ടല്ലോ. വലൗ കുന്തു ഫീ ബുറൂജിൻ മുശയ്യദ, ഭദ്രമായ കോട്ടകളുടെ അകത്തളങ്ങളിൽ കിടന്നാലും മരണം നമ്മെ തേടിയെത്തുമെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ടല്ലോ. ولا تدري نفس بأي أرض تموت, എപ്പോഴാണ് മരിക്കുന്നത്, എവിടെയാണ് മരിക്കുന്നത്, എങ്ങനെയാണ് മരിക്കുന്നത് എന്ന് ഒരാൾക്കും തീരുമാനിക്കാനും പറ്റില്ലല്ലോ. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ ശരീരവും മരണത്തിന്റെ രുചി രുചിക്കുമെന്നും പറഞ്ഞുവല്ലോ. ഞാൻ മരിക്കുമെന്ന് ഞാൻ ഉറപ്പിച്ചു. അസ്റായീൽ കടന്നു വരുമെന്നും ഞാൻ തീരുമാനിച്ചു. അതുകൊണ്ട് മരണസമയത്ത് ഞാൻ വിഷമിക്കാൻ പാടില്ല. എല്ലാവരും പറയുന്നത് പോലെ റബ്ബി ലൗലാ അഖ്ഖർതനി ഇലാ അജലിൻ ഖരീബ്, പടച്ചവനെ എനിക്കൊരു മാസം നീ നീട്ടിത്തരുമോ അല്ലാഹ്, ഒരു ദിവസം നീ നീട്ടിത്തരുമോ റബ്ബേ, ഞാൻ നന്മ ചെയ്യാം, ഞാൻ സദഖ ചെയ്യാം, ഞാൻ നിസ്കരിക്കാം, ഞാൻ നോമ്പ് പിടിക്കാം അല്ലാഹ്, ഞാൻ എല്ലാ നന്മകളും ചെയ്യാം റബ്ബേ. എനിക്കൊരൊറ്റൊരു ഡിമാൻഡ് മാത്രമേ ബാക്കിയുള്ളൂ. എനിക്ക് ഈ ഒരു വർഷം നീട്ടിത്തരുമോ? ഇല്ല. എന്നാൽ ഒരു മാസം തരൂല, ഒരാഴ്ച തരുമോ റബ്ബേ? കെഞ്ചിക്കൊണ്ട് ചോദിക്കുന്നുണ്ട് മരണവേദന അനുഭവിക്കുന്ന ഒരാൾ. كلا إذا بلغت التراقي وقيل من راق وظن أنه الفراق والتفت الساق بالساق إلى ربك يومئذ المساق فلا صدق ولا صلى ولكن كذب وتولى ثم ذهب إلى أهله يتمطى. മരണത്തിന്റെ വേദന അനുഭവിക്കുമ്പോഴാണ് ആളുകൾ പറയാൻ തുടങ്ങുന്നത്, പടച്ച റബ്ബേ എന്നെ മന്ത്രിക്കാൻ ആരെങ്കിലുമുണ്ടോ? മരണത്തിന്റെ വെപ്രാളം ഞാൻ അനുഭവിക്കാൻ പോവുകയാണല്ലോ. ആരാണെന്ന് മന്ത്രിച്ചു തരുന്നത്, ആരാണെന്ന് ആശ്വാസം തരുന്നത്, ആരാണെന്ന് സഹകരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ പടച്ച റബ്ബ് പറയുന്നൊരു മറുപടിയുണ്ട്, ഫലാ സ്വദ്ദഖ വലാ സ്വല്ലാ. നിനക്ക് ഇസ്ലാമിനെ അംഗീകരിക്കുവാനോ നന്മകൾ ഉൾക്കൊള്ളുവാനോ നിസ്കരിക്കുവാനോ നിനക്ക് സമയം കിട്ടിയില്ല. ثم ذهب إلى أهله يتمطى. നീ അഹങ്കരിച്ചുകൊണ്ട് ധിക്കരിച്ചുകൊണ്ട് അഹങ്കാരത്തോടെ നിന്റെ വീട്ടിലേക്ക് സുഖിച്ചുകൊണ്ട് നീ മടങ്ങിപ്പോയില്ലേ? എന്നെ കുറിച്ച് ഓർക്കുവാനോ നിനക്ക് വേണ്ടി സമയം ചെലവഴിക്കുവാനോ നിനക്ക് പറ്റിയിട്ടില്ലല്ലേ? ഔലാനക ഫഔലാ, അതുകൊണ്ട് നീ നരകം അനുഭവിച്ചോ എന്ന് അല്ലാഹു അയാളോട് പറയുമത്രേ.
മഹാനായ ഹാത്തിമുൽ അസ്സം പറയുകയാണ്, എന്റെ മരണം എന്റെ പിന്നാലെ വരുന്നുണ്ട്. അങ്ങനെ മരണസമയത്ത് നഖം കടിക്കാൻ എനിക്ക് പറ്റില്ല. ആ ഒരു സാഹചര്യത്തിൽ അല്ലാഹുവിനോട് എന്റെ ആയുസ് ദീർഘിപ്പിച്ചു തരുമോ എന്ന് പറയാൻ എനിക്ക് പറ്റില്ല. അതുകൊണ്ട് ഞാൻ നന്മകൾ ഒരുപാട് ചെയ്യാൻ തുടങ്ങി. എപ്പോ വേണമെങ്കിലും മരിക്കാലോ, ആ മരണസമയത്ത് രക്ഷപ്പെടണമെന്ന ആഗ്രഹത്തോടെ നന്മകൾ ഒരുപാട് ഞാൻ ചെയ്യാൻ തുടങ്ങി എന്ന് മഹാനായ ഹാത്തിമുൽ അസ്സം റളിയല്ലാഹു അൻഹു. രണ്ട് കാരണമായി. മൂന്നാമത്തെ കാരണം പറഞ്ഞു അദ്ദേഹം, എന്റെ അമല് ഞാനല്ലാതെ മറ്റൊരാൾ ചെയ്യില്ലല്ലോ. എന്റെ നിസ്കാരം ഞാൻ തന്നെ നിസ്കരിക്കണ്ടേ, എന്റെ ഇശാ ഞാൻ തന്നെ നിസ്കരിക്കണ്ടേ, എന്റെ സുബഹി ഞാൻ തന്നെ നിസ്കരിക്കണ്ടേ. രാത്രി 12 മണി വരെ വാല് പറഞ്ഞു, ഞാൻ കിടന്നുറങ്ങുകയാണ്, ഞാൻ നാട്ടുകാരെ നന്നാക്കിയിട്ട് ഉറങ്ങല്ലേ, പറ്റൂല, നിങ്ങൾ നിസ്കരിച്ചാൽ മതിയാവില്ലല്ലോ, എന്റെ സുബഹി ഞാൻ തന്നെ നിസ്കരിക്കണ്ടേ. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, എന്റെ അമല് ചെയ്യാൻ വേറെ ഒരാളും കടന്നു വരില്ല, എന്റെ നന്മകൾ ചെയ്യുവാൻ മറ്റൊരാളും എന്നെ സഹായിക്കില്ല, അത് ഞാൻ തന്നെ ചെയ്തു കൂട്ടണമല്ലോ. അതുകൊണ്ട് ഞാൻ ചെയ്യേണ്ട നന്മകളെല്ലാം സമയാസമയങ്ങളിൽ ഞാൻ വളരെ അച്ചടക്കത്തോടെ വളരെ ഇഖ്ലാസോടെ ഞാൻ ചെയ്തു വീട്ടി. നാലാമതൊരു കാരണമുണ്ട്, സദാസമയവും പടച്ചറപ്പ് എന്നെ നോക്കുന്നുണ്ടല്ലോ. ഫഇല്ലം തകുൻ തറാ, അല്ലാഹു നിന്നെ കാണുന്നില്ലെങ്കിലും, അല്ലാഹുവിനെ നീ കാണുന്നില്ലെങ്കിലും, ഫഇന്നഹു യറാക്, അല്ലാഹു നിന്നെ കാണുന്നുണ്ടല്ലോ. അല്ലേ, നമ്മൾക്ക് അല്ലാഹുവിനെ കാണുന്നില്ലെങ്കിലും അല്ലാഹുവിനെ നമ്മെ കാണുന്നുണ്ട്. അല്ലാഹു എന്നെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ എങ്ങനെയാണൊരു തെറ്റ് ചെയ്യുക? അല്ലാഹു എന്നെ വീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയാണൊരു ദുഷ്പ്രവർത്തനം ചെയ്യാൻ എനിക്ക് പറ്റുക? എനിക്ക് നാണം തോന്നി. എന്നെ സൃഷ്ടിച്ച, എനിക്ക് ആരോഗ്യം നൽകിയ, എനിക്ക് സമ്പത്ത് നൽകിയ, എനിക്ക് എല്ലാ സുഖ സൗകര്യങ്ങളും നൽകിയ എന്റെ റബ്ബ് എന്നെ കണ്ടുകൊണ്ട് എനിക്ക് തെറ്റ് ചെയ്യാൻ എനിക്ക് മടി തോന്നി. പിന്നെ ഞാൻ തെറ്റ് ചെയ്തില്ല. 4 കാരണത്താലാണ് ഞാൻ നന്നായത് എന്ന് മഹാനായ ഹാത്തിമുൽ അസ്സം റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ ലോകം നടുങ്ങിയ ഒരു സംഭവമുണ്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നടന്നത്. അല്ലാഹുവിലേക്ക് മഹാന്മാർ ബരമേൽപ്പിക്കുമ്പോൾ അല്ലാഹു അവരെ സഹായിക്കുമെന്നതിന്റെ സൂചനയാണ് ആ ചരിത്രങ്ങളൊക്കെ നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നത്. നമ്മൾ അല്ലാഹുവിലേക്ക് ബരമേൽപ്പിക്കേണ്ട ആളുകളാണല്ലോ. അല്ലാഹു പറഞ്ഞുവല്ലോ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, നമ്മളെല്ലാം അല്ലാഹുവിലേക്ക് മടങ്ങേണ്ടവരല്ലേ. ആ അല്ലാഹുവിനെയാണ് ഏത് കാര്യങ്ങൾ വന്നാലും നമ്മൾ ബരമേൽപ്പിക്കേണ്ടത്. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ, നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഉറക്കെ ചൊല്ലി ഒരു 3 പ്രാവശ്യം നോക്കട്ടെ. ഹസ്ബുനല്ലാഹു. സൗണ്ട് പോരട്ടോ, ആവശ്യമില്ലല്ലോ. ഉറക്കെ ചെല്ലെല്ലാരും, ഒന്നുറക്കെ ആവശ്യത്തോടെ ചെല്ലി. ഒന്ന് നെറ്റിക്ക് എല്ലാരും, മാഷാ അല്ലാഹ്, ഒന്ന് നെറ്റിക്ക്, ഒന്ന് ക്ഷീണൊക്കെ മാറട്ടെ. എന്നിട്ട് ഒന്ന് ഉറക്കെ ചെല്ലി നമ്മൾക്ക് ഇരിക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ, നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു. സൗണ്ട് പോരട്ടാ. ഭക്ഷണം കഴിച്ചിട്ടില്ലേ? ഭക്ഷണം കഴിച്ചിട്ടല്ലേ വന്നത്? ആ ഒരു ആവേശം ഒന്നും കാണുന്നില്ലല്ലോ. ഇരിക്കേതായാലും ഇൻഷാ അല്ലാഹ് അല്ലാഹു നമ്മൾക്ക് ആഫിയത്തും ഇസ്സത്തും പ്രദാനം ചെയ്യുന്നതാവട്ടെ. എന്ത് പ്രയാസം വന്നാലും അല്ലാഹുവിലേക്ക് ബരമേൽപ്പിക്കേണ്ട ആളുകളാണല്ലോ മുഅ്മിനീങ്ങളായവർ. മഹാനായ ഹാത്തിമുൽ അസ്സം റളിയല്ലാഹു അൻഹു ഒരു ദിവസം കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോഴാണ് ചെറിയ മകൾ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഉപ്പയുടെ അടുത്തേക്ക് കൊഞ്ചി നടന്നു പോകുന്നത്. ഉപ്പാ, എന്തിനാണ് ഉപ്പാ നിങ്ങൾ കരയുന്നത്? എന്തൊരു വിഷമമാണ് നിങ്ങൾക്കുള്ളത്? എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ കരയുന്നത്? കണ്ണിൽ നിന്ന് കണ്ണുനീർ വരുന്നുണ്ടല്ലോ. ഉപ്പാ, എന്നോട് പറയൂ വിഷമങ്ങളൊക്കെ. ഉപ്പ പറഞ്ഞു, പൊന്നുമോളെ, ഹജ്ജിന്റെ മാസമാണല്ലോ ഇത്. പരിശുദ്ധമായ ഹജ്ജ് കടന്നു വരികയാണല്ലോ. ഹജ്ജിന് പോകണമെന്ന് എനിക്ക് താല്പര്യമുണ്ട്. പക്ഷേ എന്റെ കയ്യിൽ ക്യാഷ് ഇല്ലല്ലോ. ഹജ്ജിന് പോയി തിരിച്ചു വരാനുള്ള സാമ്പത്തിക ശേഷി എന്റെ കയ്യിലില്ല മോളെ. എനിക്ക് ഹജ്ജ് പോകണമെന്ന് വല്ലാത്ത താല്പര്യമുണ്ട്. മസ്ജിദുൽ ഹറമിൽ നിസ്കരിക്കാൻ ആഗ്രഹമുണ്ട്. മദീനയിൽ ചെന്ന് അല്ലാഹുവിന്റെ ഹബീബിന്റെ തിരുസന്നിധിയിൽ ചെന്നുകൊണ്ട് അസ്സലാ
അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. പടച്ച റബ്ബേ, അല്ലാഹുവിന്റെ ഹബീബിന്റെ സന്നിധിയിൽ ചെന്നുകൊണ്ട് നമ്മൾക്ക് ജീവിക്കാൻ പഠിപ്പിച്ച, എങ്ങനെ ജീവിക്കണമെന്നും സംസ്കാരത്തിന്റെ വിപ്ലവത്തിന്റെ നായകന്മാരാക്കി മാറ്റിയ, ലോകത്ത് ഇരുണ്ട യുഗമെന്നറിയപ്പെട്ടിരുന്ന ഒരു സമൂഹത്തെ ലോക ചരിത്രത്തിൽ തുല്യതയില്ലാത്ത വിധം വളർത്തിക്കൊണ്ടുവന്ന ഹബീബിന്റെ റൗളയിൽ ചെല്ലണം എനിക്ക്. ആ ഹബീബിനോട് സ്വലാത്ത് ചെല്ലണം. അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാമു അലൈക യാ ഹബീബല്ലാഹ് എന്നെനിക്ക് സലാത്തും സലാമും ചൊല്ലണം. മോളെ, എന്റെ കയ്യിലൊന്നുമില്ലല്ലോ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? മകള് പറഞ്ഞു, ഉപ്പാ നിങ്ങൾ വിഷമിക്കേണ്ട, അല്ലാഹുവല്ലേ സമ്പത്ത് തരുന്നത്. ശ്രദ്ധിക്കണം നമ്മൾ, അല്ലാഹുവല്ലേ ആരോഗ്യം തരുന്നത്, അല്ലാഹുവല്ലേ ഭക്ഷണം തരുന്നത്. നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങൾ പോയിക്കോളൂ, നിങ്ങൾ പോയിക്കോളൂ ഉപ്പാ, ഒരു വിഷമവും വേണ്ട. ഉപ്പ പറഞ്ഞു, മോനെ, എനിക്ക് എന്നെ കുറിച്ചല്ല വിഷമമുള്ളത്, നിങ്ങളെ കുറിച്ചാണ് ഞാൻ ഓർക്കുന്നത്. നീയടക്കം 4 പെൺമക്കളും ഒരു ഭാര്യയും എനിക്കുണ്ടല്ലോ. ഉമ്മയും നിനക്കും നിന്റെ സഹോദരിമാർക്കും ഭക്ഷണം നൽകണ്ടേ? 2 മാസം കഴിഞ്ഞിട്ടല്ലേ ഹജ്ജിന് പോയാൽ തിരിച്ചു വരാൻ പറ്റുകയുള്ളൂ. 2 മാസം കഴിഞ്ഞാലല്ലേ തിരിച്ചു വരാൻ പറ്റുകയുള്ളൂ. അതുവരെ നിങ്ങൾക്ക് ആരാണ് ഭക്ഷണം നൽകുന്നത്? ആരാണ് നിങ്ങൾക്ക് പാനീയങ്ങൾ നൽകുന്നത്? എന്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ, നിങ്ങളെ ഏൽപ്പിക്കാൻ, അതാണ് എന്റെ വിഷമം. അപ്പോഴാണ് മകൾ പറയുന്നത്, ഉപ്പാ, നിങ്ങൾ വെറും ഭക്ഷണം തിന്നുന്നവൻ മാത്രമാണല്ലോ. ഇന്നക ആകിലു റിസ്ഖിൻ, നിങ്ങൾ അല്ലാഹുവിന്റെ ഭക്ഷണം തിന്നുന്നവൻ മാത്രമാണ്. റസ്സാഖ് അല്ലാഹുവാണ്, ഭക്ഷണം നൽകുന്നത് അല്ലാഹുവാണ്. നിങ്ങളല്ല ഞങ്ങൾക്ക് ഭക്ഷണം നൽകുന്നത്. ധൈര്യമായി പോയിക്കോളൂ, ഞങ്ങളെ ശ്രദ്ധിക്കാൻ ഇവിടെ പടച്ച റബ്ബുണ്ടല്ലോ. വിശ്വാസമാണത്, തവക്കുലാണത്, അല്ലാഹുവിലേക്ക് പരമേൽപ്പിക്കുന്ന രംഗമാണത്. വീട്ടിൽ ഒന്നുമില്ല, ഭക്ഷണം കഴിക്കാൻ ഭക്ഷണങ്ങളില്ല, ധാന്യമില്ല, ധാന്യങ്ങളില്ല. എങ്ങനെയാണ് അവർ 2 മാസം കഴിച്ചു കൂട്ടുന്നത്? ആ സമയത്ത് മകൾ പറഞ്ഞു, ധൈര്യമായി പോയിക്കോളൂ ഉപ്പ. ഉപ്പ പറഞ്ഞു, പൊന്നു മോളെ, ഉമ്മയോട് ഇത് പറയണ്ടേ? ഉമ്മ സമ്മതിക്കുമോ? അതേപോലെ കൂടെയുള്ള നിന്റെ സഹോദരിമാര് സമ്മതിക്കുമോ? മകൾ പറഞ്ഞു, ഉപ്പ നിങ്ങൾ വിഷമിക്കണ്ട, അവരോട് ഞാൻ പറഞ്ഞു കൊടുത്തോളാം. ഉമ്മയോട് ഞാൻ പറയാം, എന്റെ സഹോദരിമാരോട് ഞാൻ പറയാം, ഉപ്പ നിങ്ങൾ വിഷമിക്കേണ്ട. എന്നിട്ട് ഉപ്പയുടെ കൈയും പിടിച്ചുകൊണ്ട് ചെറിയ മകൾ ഉമ്മയുടെ അടുത്തേക്ക് ചെന്നു. ഉമ്മ, ഞങ്ങളുടെ ഉപ്പയ്ക്ക് ഹജ്ജിന് പോകണമെന്നുണ്ട്, ഉപ്പയെ നിങ്ങൾക്ക് പറഞ്ഞയച്ചുകൂടെ? ഉമ്മ പറഞ്ഞു, പൊന്നു മോളെ, ആരാണ് ഭക്ഷണം തരുന്നത്? സഹോദരിമാർ 4 ഉണ്ടല്ലോ, എല്ലാവർക്കും 2 മാസക്കാലം ഇവിടെ ഭക്ഷണമില്ലല്ലോ, എങ്ങനെയാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നത്? മകള് പറഞ്ഞു, ഉമ്മ നിങ്ങളത് പറയല്ല ഉമ്മ, ഭക്ഷണം നൽകുന്നത് ഉപ്പയല്ല, അല്ലാഹുവാണ് ഭക്ഷണം നൽകുന്നത്. അല്ലാഹു ഭക്ഷണം തടഞ്ഞാൽ ഏതുപ്പയ്ക്കും ഭക്ഷണം കൊണ്ടുവരാനേ പറ്റില്ല. അല്ലാഹു തരാൻ വിചാരിച്ചാൽ ലോകത്തൊരു ശക്തിക്കും അത് തടയാൻ പറ്റില്ലല്ലോ. അല്ലാഹു നൽകാൻ ഉദ്ദേശിച്ചില്ലെങ്കിൽ ലോകത്തുള്ളവരെല്ലാം ഒരുമിച്ച് കൂടിയാലും ഞങ്ങൾക്ക് ഭക്ഷണം ലഭിക്കില്ലല്ലോ. അതുകൊണ്ട് ഉമ്മ നിങ്ങൾ വിഷമിക്കേണ്ട ഉമ്മ, ഉപ്പ പോയിക്കോട്ടെ, അല്ലാഹു നമ്മൾ ശ്രദ്ധിക്കുമല്ലോ. ഉപ്പ പോയിക്കോട്ടെ ഉമ്മ. ഉമ്മയുടെ സമ്മതത്തോടെ, സഹോദരിമാരുടെ സമ്മതത്തോടെ ഉപ്പ ഹജ്ജിലേക്ക് പുറപ്പെടുകയാണ്. ഉപ്പയുടെ കയ്യിൽ ഒന്നുമില്ല, ഉമ്മയുടെ കയ്യിലും ഒന്നുമില്ല. രംഗങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ആരുടെ കയ്യിൽ ഒന്നുമില്ല, ഭക്ഷണം കഴിക്കാൻ ഒന്നുമില്ല, ഇവരുടെ തവക്കുലാണ്. ആ ഒരു പെണ്ണിന്റെ മനക്കരുത്താണ്. ഇങ്ങനെ ഒരു അല്ലാഹു പറയുന്നുണ്ടല്ലോ. ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ലൗ തവക്കൽതും ഹഖ്ക തവക്കുലിഹി, നിങ്ങൾ അല്ലാഹുവിലേക്ക് പൂർണ്ണമായ രീതിയിൽ പരമേൽപ്പിക്കാൻ തയ്യാറായാൽ, എന്ത് വിഷമം തന്നാലും തവക്കൽതു അലല്ലാഹ്, ഞാൻ അല്ലാഹുവിലേക്ക് പരമേൽപ്പിക്കുന്നു എന്ന് പറയാൻ നിങ്ങൾ തയ്യാറായാൽ അല്ലാഹു നിങ്ങളെ സഹായിക്കാൻ വരുമെന്ന്. വണ്ടിയിൽ കയറുമ്പോ, വാഹനത്തിൽ കയറുമ്പോൾ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്, അല്ലാഹുവേ ഞാൻ നിന്നെ പരമേൽപ്പിച്ചിരിക്കുകയാണ്. റോഡ് നീളെ ആക്സിഡന്റുകൾ നടക്കുന്നുണ്ട്. വലിയ വലിയ ഭീമാകാരമായ വാഹനങ്ങളുടെ ടയറുകൾക്കിടയിൽ ചതഞ്ഞുകൊണ്ട് 1000കണക്കിന് ആളുകൾ മരിക്കുമ്പോ, പടച്ച റബ്ബേ
എന്റെ ജീവിതവും എന്റെ വാഹനവും എന്റെ കുടുംബങ്ങളെയും നിന്നെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ ഡ്രൈവ് ചെയ്താൽ അല്ലാഹു അവനെ സംരക്ഷിക്കും, യാതൊരു പേടിയും വേണ്ട. ഇനൊരാൾ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞ് കണ്ട വണ്ടിക്ക് പോയി ഇടിച്ച് എന്നിട്ട് അല്ലാഹു രക്ഷ, അതല്ല തവക്കുൽ. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ഞാൻ ചൊല്ലിയിട്ടുണ്ടല്ലോ, ഇനി ഒന്നും ആവൂല എന്ന് പറഞ്ഞ് കണ്ട എംപളൂരി പാണ്ടിലൂരിക്കൊക്കെ അടിച്ചാ പിന്നെ മയ്യത്തായിരിക്കും അവിടെ ഉണ്ടാവുക. അതല്ല, നമ്മളങ്ങനെ ചൊല്ലിട്ട് നമ്മൾ സൂക്ഷ്മമായി ഡ്രൈവ് ചെയ്യണം. എന്നാൽ അപകടങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ കാക്കും. ഇൻഷാ അല്ലാഹു നമ്മൾക്ക് രക്ഷപ്പെടുത്തുമാറാവട്ടെ. ഓപ്പറേറ്റർമാർ നിങ്ങൾ കനിഞ്ഞ് എന്നോട് ദയവ് ചെയ്ത് സഹായിക്കണമെന്ന് ഞാൻ പറയാണ്. ഏതായാലും ആ ഉപ്പയും ആ മകളും ഉപ്പ ഹജ്ജിന് പോവുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുവല്ലോ, ലോ തവക്കൽതും ഹഖ്ക തവക്കുലിഹി, നിങ്ങൾ അല്ലാഹുവിലേക്ക് സൂക്ഷ്മമായ രീതിയിൽ പൂർണ്ണമായ ഇഖ്ലാസോടെ പരമേൽപ്പിക്കാൻ നിങ്ങൾ നിന്നാൽ ലറുസിഖതും കമാ തുർസഖുത്തീർ, പക്ഷിക്കുഞ്ഞുങ്ങൾക്കും പറവകൾക്കും അല്ലാഹു എങ്ങനെയാണോ ഭക്ഷണം നൽകുന്നത് അതേപോലെ നിങ്ങൾക്കും ഞാൻ ഭക്ഷണം നൽകാം. കേട്ടോ, കേൾക്കുന്നുണ്ടോ? പക്ഷികൾക്ക് എങ്ങനെയാണ് ഞാൻ ഭക്ഷണം നൽകുന്നത്? കുറച്ച് കിട്ടല്ലേ, ഒരു പക്ഷി എത്ര ഭക്ഷണം കഴിക്കുക? 4-5 ഗോതമ്പ് മണി അല്ലെങ്കിൽ 4-5 അരി അല്ലെ, അത്ര കിട്ടുന്നാണോ? അല്ല. പക്ഷികൾ എങ്ങനെയാണ് ഭക്ഷണം ലഭിക്കുന്നത്? രാവിലെ അതിന്റെ കൂടുകളിൽ നിന്ന്, അതിന്റെ വീടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ അതിന്റെ വയറ് കാലിയാണല്ലോ. ജിന്ദഗി ഇൻസാനിക്ക് मानिंद मुर्गे खुशनवा शाह पर बैठा कोई दम चहचहाया उड़ गया. പുണ്യ സഹോദര, നിന്റെ ജീവിതം ഒരു പക്ഷിയെ പോലെയാണല്ലോ. ജിന്ദഗി ഇൻസാനിക്ക് മാനിന്ദ മുർഗെ ഖുശ്നവാ, മരത്തിന്റെ ചില്ലയിലിരുന്ന് മരത്തിന്റെ ശാഖയിലിരുന്ന് കളകളാരം മുഴക്കി പറന്നു പോകുന്ന പറവകളെ പോലെയാണ് പൊന്നുമോനെ നിന്റെ ജീവിതം. ചഹചഹായ ഉടുകയാ ആഹ് ക്യാ യേ റിയാസ് ദഹർ മേ ഹം ക്യാ ഗയാ जिंदगी की शाख से फूटे किलो मर जा गए. നമ്മുടെ വീടിന്റെ മുറ്റങ്ങളിലുള്ള പൂങ്കാവനങ്ങളുണ്ടല്ലോ, പൂന്തോട്ടങ്ങളുണ്ടല്ലോ, ആ പൂന്തോട്ടത്തിലൊരു പനിനീർ പൂവിത ശോഭിച്ചു വരികയാണ്, പുഷ്പിച്ചു വരികയാണ്, മുട്ടിട്ട് വളരുകയാണ്. എന്നിട്ട് 2-3 ദിവസം കഴിയുമ്പോ വീട്ടിലുള്ള പെണ്ണുങ്ങളും വീട്ടിലുള്ള ചെറുപ്പക്കാരികളും വീട്ടുകാരൊക്കെ അതിനെ തഴുകി തലോടി അതിന്റെ സൗന്ദര്യം ആസ്വദിച്ചു. 4ാമത്തെ ദിവസം വരുമ്പോൾ അത് വാടിക്കരിഞ്ഞ് നിലത്തേക്ക് വീഴുന്നല്ലോ. ആ പുഷ്പമേ അധിക തുങ്ക പദത്തിലെത്ര ശോഭിച്ചിരുന്നു രാജ്ഞി കണക്കനി അല്ലേ. തൊട്ടുതലോടി അതിനൊന്ന് മണത്തു നോക്കി, അതിനെ ഒന്ന് സ്പർശിച്ചു നോക്കി, അതിനെ ഒന്ന് ചുംബിച്ചു നോക്കി. എന്നിട്ട് 4 ദിവസം കഴിയുമ്പോ ഒരു മനുഷ്യന്റെ ജീവിതം എന്നുള്ളത് പൂന്തോട്ടത്തിൽ നിന്ന് 4-5 ദിവസം കഴിയുമ്പോ കരിഞ്ഞു പോകുന്ന പനിനീർ പുഷ്പങ്ങളെ പോലെ അത്രയുള്ളൂ. എന്നാൽ പക്ഷികളുടെ ജീവിതം നമ്മൾ പഠിക്കണം. രാവിലെ വീട്ടിൽ നിന്ന് ഒട്ടിയ വയറുമായി കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം തേടി പോകുന്ന പറവകൾ വൈകുന്നേരമാകുമ്പോൾ അവർ വയറ് നിറച്ചിട്ടല്ലേ റൂമിലേക്ക്, അവരുടെ മുറിയിലേക്ക്, അവരുടെ കൂട്ടിലേക്ക്, അവരുടെ വീട്ടിലേക്ക് അവർ മടങ്ങി വരുന്നത്. ആരാണ് അവർക്ക് ഭക്ഷണം നൽകിയത്? അല്ലാഹുവാണ്. കാരണമെന്തെന്നറിയോ? ലോ തവക്കൽതും ഹഖ്ക തവക്കുലിഹി, പൂർണ്ണമായി അല്ലാഹുവിനെ പരമേൽപ്പിക്കാൻ നിങ്ങൾ തയ്യാറായാൽ അല്ലാഹു നിങ്ങൾക്ക് ഭക്ഷണം നൽകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. ഈ അടുത്ത് വായിച്ചൊരു സംഭവം ഞാൻ പറയട്ടെ. ജപ്പാനിലാണോ ചൈനയിലാണോ എന്ന് ഞാൻ ഓർക്കുന്നില്ല. തന്റെ വീട് ഭംഗിയാക്കി അതിന്റെ ഇന്റീരിയർ ഡിസൈനുകളൊക്കെ പൊളിച്ചുകൊണ്ട് പുതിയ രീതിയിൽ അതിനെ ഡിസൈൻ ചെയ്യാൻ വേണ്ടി തന്റെ വീടിന്റെ ചുമരൊന്ന് പൊളിച്ചു മാറ്റുമ്പോഴാണ്, ഡിസൈൻ ചെയ്ത മരങ്ങളൊന്ന് പൊളിച്ചു മാറ്റുമ്പോഴാണ് ശരീരത്തിലേക്ക് തുളച്ചു കയറിയ ആണി, ആ ആണിയിൽ പതിഞ്ഞിരിക്കുന്ന ഒരു പല്ലിയെ അയാൾ ശ്രദ്ധിക്കുന്നത്. പല്ല് ചത്തിട്ടില്ല, ശരീരത്തിലേക്ക് ആണി തുളച്ചു കയറിയിട്ടുണ്ട്.
പള്ളി ജീവിക്കുന്നുണ്ട്, പള്ളി പിടക്കുന്നുണ്ട്. അയാൾ ചിന്തിച്ചു, പടച്ച റബ്ബേ, 2-3 വർഷങ്ങളായി ഈ പള്ളി ഇവിടെ ജീവിക്കുന്നുണ്ടാവൂലേ? ഞാൻ വീട് ഭംഗിയാക്കി ഇതിലേക്ക് ആണി തുളച്ചു കയറ്റിയിട്ട് മാസങ്ങൾ ഒരുപാട് കഴിഞ്ഞുവല്ലോ. ആരാണ് ഈ പള്ളിക്ക് ഭക്ഷണം നൽകുന്നത്? എങ്ങനെയാണ് ഈ പള്ളി ജീവിക്കുന്നത്? ജീവിക്കണമെങ്കിൽ ഭക്ഷണം വേണ്ടേ? എങ്ങനെയാണിത് ജീവിക്കുന്നത്? മാറി നിന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങി. ആരാണ് ഇതിന് ഭക്ഷണം നൽകുന്നത്? ആരാണ് ഇതിനെ ശ്രദ്ധിക്കുന്നത്? ആരാണ് ഇതിനെ പരിപാലിക്കുന്നത്? സുബ്ഹാനല്ലാഹ്. അങ്ങനെ മാറി നിന്ന് നോക്കുമ്പോഴാണ് ഏതോ ഒരു പള്ളി ഭക്ഷണവുമായി കടന്നു വരുന്നത്. സഹോദരങ്ങളെ, അല്ലാഹുവാണ് ഭക്ഷണം നൽകുന്നത്. ശരീരത്തിലേക്ക് തുളച്ചു കയറിയ ആണിയിൽ ആ പല്ലി ചത്തുപോയിട്ടില്ല. എന്നാൽ ഇട തേടി പോകാനും ആ പല്ലിക്ക് പറ്റുന്നില്ല. അങ്ങനെ ഒരു പല്ലിക്ക് ഭക്ഷണം നൽകുന്നത് ആരാണ് എന്ന് നോക്കാൻ വേണ്ടി ഞാൻ മാറി നിന്നപ്പോഴാണ് ഒരു പല്ലി ഭക്ഷണവുമായി വന്ന് ഈ പല്ലിക്കുഞ്ഞിന് ഭക്ഷണം നൽകുന്നത്. ആരാണ് ഭക്ഷണം നൽകിയത്? പടച്ച റബ്ബാണ്. പൊന്നു സഹോദരങ്ങളെ, അതേപോലെ ഞങ്ങൾക്കും ഭക്ഷണം നൽകാൻ അല്ലാഹുവിന് കഴിയുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹാത്തിമുൽ അസ്സം റളിയല്ലാഹു അൻഹു ഹജ്ജിന് പോകുന്നത്. വീട്ടിൽ മക്കളുണ്ട്, ഭാര്യയുണ്ട്, 2 ദിവസത്തെ ഭക്ഷണമാണുള്ളത്. നമ്മൾക്ക് ആദ്യം ഹാത്തിമുൽ അസ്സമിന്റെ ചരിത്രങ്ങൾ എടുത്തു നോക്കാം. ഹജ്ജിന് പോകുന്ന ഹാത്തിമുൽ അസ്സം ഒരു സംഘത്തിന്റെ പിന്നാലെ മക്കയിലേക്ക് കടന്നു പോവുകയാണ്. ഒരു യാത്രാ സംഘം, ഹജ്ജിന് പോകുന്ന ചില കൂട്ടം ആളുകൾ, അവരുടെ പിന്നാലെ മഹാനായ ഹാത്തിമുൽ അസ്സം റളിയല്ലാഹു അൻഹു ഹജ്ജിന് പോവാൻ തുടങ്ങി. അങ്ങനെ ഒരുപാട് യാത്ര ചെയ്തു. കയ്യിൽ സമ്പത്തില്ല, കയ്യിൽ ഭക്ഷണമില്ല, കയ്യിൽ പാനീയങ്ങളില്ല. തട്ടിമുട്ടി പോകുമ്പോഴാണ് തന്റെ മുമ്പിലുള്ള യാത്രാ സംഘത്തിന്റെ തലവനൊരു തോല് കടിക്കുന്നത്. എന്തോ വിഷലിപ്തമായ ഇലജന്തു കടിക്കുകയും അദ്ദേഹം ബോധം കെട്ടി നിലത്ത് വീഴുകയും ചെയ്തു. ഡോക്ടർമാരെ കൊണ്ടുവന്നു, ശിഫയില്ല. ഒരുപാട് മരുന്നുകൾ കൊടുത്തു, ശിഫയില്ല. മരിക്കാൻ കിടക്കുന്ന ആ ഒരു ടീമിന്റെ ക്യാപ്റ്റനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണമല്ലോ. കൂട്ടുകാരെല്ലാം ഒരുമിച്ച് കൂടി. എന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ പിന്നാലെ കടന്നു വരുന്ന ഒരു സാലിഹായ ഒരു പണ്ഡിതനുണ്ടല്ലോ, ഒരു സാലിഹായ ഒരു സൂഫി വര്യനുണ്ടല്ലോ, അയാളോടൊന്ന് മന്ത്രിച്ചു നോക്കാം, അയാളോടൊന്ന് വെള്ളം മന്ത്രിച്ചു വാങ്ങാം ഞങ്ങൾക്ക്, അയാളോടൊന്ന് ഊതാൻ പറയാം ഞങ്ങൾക്ക്. അങ്ങനെ മഹാനായ ഹാത്തിമുൽ അസ്സമിന്റെ അടുത്തേക്ക് വന്നുകൊണ്ട് സംഭവം പറയാൻ തുടങ്ങി. ഹാത്തിമുൽ അസ്സമേ, ഓ പണ്ഡിതനെ, ഓ ഉസ്താദേ, ഞങ്ങൾക്കൊന്ന് മന്ത്രിച്ചു തരണം. ഞങ്ങളുടെ യജമാനനിതാ എന്തോ ഒരു വിഷം ശരീരത്തിലേക്ക് കയറി മരിക്കാൻ കിടക്കുകയാണ്, കാലുകളിട്ട് വിറക്കുകയാണ്, നിങ്ങളൊന്ന് മന്ത്രിച്ചൂതുമോ എന്ന് ചോദിച്ചുകൊണ്ട് ഹാത്തിമുൽ അസ്സമിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. മഹാനായ ഹാത്തിമുൽ അസ്സം ചെന്നു നോക്കുമ്പോൾ എന്തോ ഒരു വിഷം കയറി അദ്ദേഹം പിടക്കുകയാണ്. ഒന്നും നോക്കിയില്ല. പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ ഓതിക്കൊണ്ട് ആ ശരീരത്തിലേക്കൊന്ന് മന്ത്രിച്ചൂതിയപ്പോഴേക്കും അബോധാവസ്ഥയിലുള്ള ക്യാപ്റ്റൻ എണീറ്റു. അബോധാവസ്ഥയിലുള്ള ആ ഒരു ക്യാപ്റ്റൻ എണീക്കുകയും അദ്ദേഹത്തിന്റെ അസുഖങ്ങൾ ശിവപ്പെടുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ അസുഖങ്ങൾക്ക് ശമനം ലഭിച്ചു. ആ ഒരു സന്തോഷം കാരണം അദ്ദേഹം ഉടനെ തന്നെ ഈ ഹാത്തിമുൽ അസ്സമിന്റെ സകലമാന ഹജ്ജിന് പോയി തിരിച്ചു വരാനുള്ള ചെലവുകൾ ഏറ്റെടുക്കുകയാ. 2 മാസത്തെ ചെലവുകൾ ആ ഒരു സംഘത്തിന്റെ ക്യാപ്റ്റൻ ഏറ്റെടുത്തു. ഇദ്ദേഹത്തിന്റെ ഭക്ഷണം, ഇദ്ദേഹത്തിന്റെ റൂം, ഇദ്ദേഹത്തിന്റെ വെള്ളമെല്ലാം ഞങ്ങൾ കൊടുത്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഏറ്റെടുക്കുകയും ഒരു പ്രയാസവുമില്ലാതെ ഹജ്ജിന് പോയി തിരിച്ചു വരികയും ചെയ്തു. മഹാനായ ഹാത്തിമുൽ അസ്സം റളിയല്ലാഹു അൻഹു എന്തേ ഇത് ലഭിച്ചത്? അല്ലാഹുവിലേക്ക് പരമേൽപ്പിച്ചപ്പോഴാണ്. ഇനി അദ്ദേഹത്തിന്റെ വീട്ടിന്റെ കാര്യം നമ്മൾ നോക്കണ്ടേ? അദ്ദേഹത്തിന്റെ വീട്ടിൽ നടക്കുന്നത് എന്താ? 2 ദിവസമായി അപ്പോഴേക്കും വീട്ടിലുള്ള ഭക്ഷണങ്ങളെല്ലാം തീർന്നുപോയി. ഉമ്മ പറയാൻ തുടങ്ങി, ഉമ്മ ചീത്ത പറയാൻ തുടങ്ങി, സഹോദരികളും ചീത്ത പറയാൻ തുടങ്ങി. ഈ ചെറിയ കുഞ്ഞിനെ, ചെറിയ പെൺകുട്ടിയാണല്ലോ, ഉപ്പയോട് പറഞ്ഞത്, ഉപ്പ നിങ്ങൾ പോയിക്കോളൂ, ഉപ്പ നിങ്ങൾ യാതൊന്നും പേടിക്കണ്ട, അല്ലാഹു ഞങ്ങളെ നോക്കുമെന്ന് പറഞ്ഞ പെൺകുട്ടിയെ ഉമ്മയും മക്കളുമെല്ലാം ചീത്ത പറഞ്ഞപ്പോൾ ആ പെൺകുട്ടി ചിരിക്കാൻ തുടങ്ങി. ഉമ്മ, നിങ്ങൾ എന്താണ് ഇങ്ങനെ പറയുന്നത്? എന്റെ പൊന്ന് ജ്യേഷ്ഠത്തിമാരെ, നിങ്ങൾ എന്താണ് പറയുന്നത്? അല്ലാഹുവിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടല്ലേ നിങ്ങൾ എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുന്നത്? അല്ലാഹു ഭക്ഷണം നൽകാൻ തീരുമാനിച്ചാൽ ആ ഭക്ഷണം നിങ്ങൾക്ക് ലഭിക്കാതിരിക്കുമോ? അല്ലാഹു ലഭിക്കില്ല എന്ന് തീരുമാനിച്ചാൽ ആ ഭക്ഷണം നമ്മൾക്ക് ലഭിക്കുമോ? ഉമ്മ പറയാൻ തുടങ്ങി, ഉമ്മ കുറ്റപ്പെടുത്താൻ
ചിരിക്കാൻ തുടങ്ങി. നീ ചിരിക്കല്ലേ, ഞങ്ങൾക്ക് ഭക്ഷണമില്ല, ഞങ്ങൾ ഭക്ഷണമില്ലാതെ വെള്ളമില്ലാതെ വെപ്രാളപ്പെടുമ്പോ നീ എന്നിട്ട് ചിരിച്ച് ജീവിക്കുകയാണോ എന്ന് പറഞ്ഞപ്പോഴും ആ പെണ്ണിനൊരു കൂസലുമില്ല. അങ്ങനെ 2 ദിവസമായി വെള്ളം മാത്രമാണ് ആ വീട്ടിലുള്ളത്. രാത്രിയിൽ ആരോ വീടിന്റെ കതക് മുട്ടുന്നുണ്ട്, വീടിന്റെ കതകിന്റെ ഡോറിന്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. ഉമ്മ പോയി നോക്കി, ആരാണത്? ഉമ്മ പോയി നോക്കി, ആരാണത്? നോക്കുമ്പോൾ ഒരു പട്ടാളക്കാരൻ വെള്ളം ചോദിച്ചു വന്നതാണ്. അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിലുള്ള ഖലീഫ, ഞങ്ങളുടെ അമീറുൽ മുഅ്മിനീൻ നായാട്ടിന് വേണ്ടി വന്നതാണ്. പക്ഷേ ഞങ്ങളുടെ കയ്യിലുള്ള വെള്ളം തീർന്നുപോയി, കുടിക്കാൻ വല്ലതും തരുമോ? ആ വീട്ടുകാരി ഉമ്മ പറഞ്ഞു, വെള്ളമേ ഞങ്ങളുടെ കയ്യിലുള്ളൂ, വേറൊന്നും ഞങ്ങളുടെ കയ്യിലില്ല. വളരെ മനോഹരമായൊരു പാത്രത്തിൽ ശുദ്ധമായ തണുത്ത വെള്ളം എടുത്തു കൊടുക്കുകയും അദ്ദേഹം കുടിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ഖലീഫയ്ക്ക് കൊടുത്തു. കൂടെയുള്ള ആളുകളും വെള്ളം കുടിച്ചു. അപ്പോഴാണ് ഖലീഫ ചോദിക്കുന്നത്, മാഷാ അല്ലാഹ്, വളരെ നല്ല വെള്ളമാണല്ലോ. ഏത് വീട്ടിൽ നിന്നാണ് ഇത്? ആരുടെ വീടാണ് ഇത്? ഹാത്തിമുൽ അസം, ഹാത്തിമുൽ അസം എന്ന് പറയുന്ന പണ്ഡിതന്റെ വീടാണ്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്. പടച്ച റബ്ബേ, ഒരു പണ്ഡിതന്റെ വീട്ടിൽ നിന്ന്, സ്വാലിഹായ ഒരു മനുഷ്യന്റെ വീട്ടിൽ നിന്ന് വെള്ളം കുടിക്കാൻ അവസരം നൽകിയ റബ്ബേ, നിനക്കാണ് സർവ്വസ്തുതിയും എന്ന് പറയുകയും ഉടനെ തന്നെ ഹാത്തിമുൽ അസമിനെ വിളിക്കാൻ പറയുകയും ചെയ്തു. ഉമ്മ പറഞ്ഞു, ഹാത്തിമുൽ അസം ഇവിടെയില്ല, ഹജ്ജിന് പോയിരിക്കുകയാണ്. അപ്പോഴാണ് ആ ഖലീഫ ഒരു കാര്യം ചെയ്യുന്നത്. തന്റെ കയ്യിലുണ്ടായിരുന്ന സ്വർണത്തിന്റെ ദീനാറുകൾ, തന്റെ കയ്യിലുണ്ടായിരുന്ന സ്വർണത്തിന്റെ ദിർഹമുകൾ, തന്റെ കയ്യിലുണ്ടായിരുന്ന സ്വർണങ്ങളും മുത്തുകളും രത്നങ്ങളുമെല്ലാം വളരെ താല്പര്യത്തോടെ ആ വീട്ടിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് പറഞ്ഞു, എന്നോട് സ്നേഹമുള്ളവർ, എന്നോട് താല്പര്യമുള്ളവർ, എന്നെ അംഗീകരിക്കുന്നവർ ഞാൻ ചെയ്തതുപോലെ ചെയ്യണേ. ഇതൊരു സാലിഹിന്റെ വീടാണല്ലോ, ഇതിൽ നിന്ന് വെള്ളം കുടിക്കാൻ അല്ലാഹു ഞങ്ങൾക്ക് അവസരം നൽകിയല്ലോ. അതുകൊണ്ട് എന്നോട് സ്നേഹമുള്ളവർ ഞാൻ ചെയ്തതുപോലെ ചെയ്യണേ എന്ന് പറഞ്ഞുകൊണ്ട് കയ്യിലുള്ള സ്വർണങ്ങളും കയ്യിലുള്ള നാണയങ്ങളും വലിച്ചെറിഞ്ഞപ്പോ കൂടെയുള്ള ആളുകളെല്ലാം, പട്ടാളക്കാരെല്ലാം, സേവകന്മാരെല്ലാം അവരുടെ കയ്യിലുള്ള സകലമാന നാണയത്തൊട്ടുകളും ആ വീട്ടിലേക്ക് വലിച്ചെറിഞ്ഞു കൊടുത്തു. എന്നിട്ട് അവർ തിരിച്ചുപോയി. ഉമ്മ ചിരിക്കാൻ തുടങ്ങി, ഉമ്മ ചിരിക്കാൻ തുടങ്ങി, ജ്യേഷ്ഠത്തിമാര് ചിരിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ആ പെണ്ണ് കരയുന്നത്, ചെറിയ പെൺകുട്ടി കരയാൻ തുടങ്ങിയത്. ഉമ്മ ചോദിച്ചു, അല്ല, എന്തിനാണ് മോളെ നീ കരയുന്നത്? ഞങ്ങളെല്ലാവരും ഒരു നേരത്തെ ഭക്ഷണമില്ലാതെ പ്രയാസപ്പെട്ട് പാടുപെടുമ്പോ നീ ചിരിക്കുകയും ഇപ്പോഴിതാ സുഖങ്ങളും സൗകര്യങ്ങളും സമ്പത്തുമെല്ലാം നമ്മുടെ വീട്ടിൽ കുമിഞ്ഞുകൂടുമ്പോ നീ കരയുകയാണോ മോളെ? എന്തിനാണ് കരയുന്നത്? അപ്പോഴാണ് മകള് പറയുന്നത്, ഉമ്മ, ഞാൻ കരയുന്നത് വെറുതെയല്ല, ഞാൻ കരയുന്നത് വെറുതെയല്ല. ഇന്നലെ വരെ ഈ നാട്ടിലെ ഒരു തരിക്ക് തുകയില്ലാതെ, ഒരു അണുമണി തൂക്കം സമ്പത്തില്ലാതെ ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലകപ്പെട്ട പാവങ്ങളായ ആളുകളായിരുന്നല്ലോ ഞങ്ങളെല്ലാം. ഇന്ന് നോക്കൂ, അല്ലാഹുവിന്റെ നോട്ടം ഒന്ന് നോക്കുമ്പോ ലോകത്ത് അല്ലാഹുവിന്റെ നോട്ടമല്ല, അല്ലാഹുവിന്റെ ദുർബലരായ സൃഷ്ടികളിൽ നിന്ന് ഒരാൾ ഞങ്ങളെ വന്ന് നോക്കിയപ്പോഴേക്കും ഈ നാട്ടിലെ ധനികരായി ഞങ്ങൾ മാറിയല്ലോ ഉമ്മ. അപ്പൊ അല്ലാഹു ഞങ്ങളെ നോക്കിയാൽ, അല്ലാഹുവിന്റെ നോട്ടം ഞങ്ങൾക്ക് ലഭിച്ചാൽ എന്തായിരിക്കും ഉമ്മ ഞങ്ങൾക്കൊക്കെ ലഭിക്കാനുള്ള സുഖങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് ആ പെണ്ണുമ്മയോട് തിരിച്ചു ചോദിക്കുകയാണ്, അല്ലാഹുവല്ലേ റാസിഖ്, അല്ലാഹുവല്ലേ ഭക്ഷണം നൽകുന്നത്, അല്ലാഹുവിനെയല്ലേ നമ്മൾ ആശ്രയിക്കേണ്ടത്? പൊന്ന സഹോദരന്മാരെ, അല്ലാഹുവിലേക്ക് തവക്കുലാക്കുന്ന ആളുകളെ സഹായിക്കാൻ അല്ലാഹു തയ്യാറാണ്. അതുകൊണ്ട് പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, പടച്ച റബ്ബേ, ഞാൻ തന്നെ നിന്നിലേക്ക് മടങ്ങേണ്ടവനാണല്ലോ എന്നിട്ട് അല്ലാഹുവിലേക്ക് പരമേൽപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാവണം. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ നമ്രൂദ് തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു, ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ. കത്തിജ്വലിച്ചുകൊണ്ടിരിക്കുന്ന തീ കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞു. അവിടെ കരിഞ്ഞു പോകണ്ടേ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അവിടെ തീർന്നു പോകണ്ടേ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. എന്നാൽ അല്ലാഹുവിലേക്ക് പരമേൽപ്പിച്ചപ്പോ ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ,
ഞാൻ അല്ലാഹുവിനെ പരമേൽപ്പിക്കുകയാണെന്ന് പറഞ്ഞപ്പോഴേക്കും അല്ലാഹു തീയിനോട് പറഞ്ഞതെന്താ? ഖുൽനാ യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹീം. അല്ലാഹു പറഞ്ഞു തീയിനോട്, തീയേ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് തണുപ്പും രക്ഷയും നീ കൊടുക്കണേ എന്ന് അല്ലാഹു പറയാനുള്ള കാരണം ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞത് ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. അത് കാരണം അല്ലാഹു അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുകയാണ്. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു കൂട്ടം ആളുകൾ വന്നുകൊണ്ട് പറയുകയാണ്, നിങ്ങൾ ആക്രമിക്കാനും ഇസ്ലാമിനെ തകർക്കുവാനും ശത്രുക്കൾ ഓടി വരുന്നുണ്ട്. ولما رأى المؤمنون الأحزاب قالوا هذا ما وعدنا الله ورسوله. വലിയൊരു സൈന്യം ആക്രമിക്കാൻ കടന്നു വന്നപ്പോഴാണ് അവർ പറയുന്നത്, ഹാദാ മാ വഅദല്ലാഹു വറസൂലുഹു. ഇത് അല്ലാഹു വാഗ്ദാനം ചെയ്തതല്ലേ, ഇത് നബി തങ്ങൾ വാഗ്ദാനം ചെയ്തതല്ലേ. വമാ സാദഹും ഇല്ലാ ഈമാനാ. പ്രയാസങ്ങൾ വരുമ്പോൾ അവരുടെ ഈമാൻ വർദ്ധിച്ചു എന്നല്ലാതെ അവർക്കൊരു പോറലും വെച്ചില്ല. അല്ലദീന ഖാല ലഹുമുന്നാസ്. ജനങ്ങൾ പറയാൻ തുടങ്ങി, ഇന്നന്നാസ ഖദ് ജമഉ ലക്കും. നിങ്ങൾ ആക്രമിക്കാൻ വേണ്ടി ആളുകൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. ഫഖ്ശൗഹും. അതുകൊണ്ട് നിങ്ങൾ പേടിച്ചിരിക്കണേ, നിങ്ങൾ ഭയപ്പെടണേ എന്ന് ആളുകൾ പറഞ്ഞപ്പോ ഫസാദഹും ഈമാന. അവരുടെ ഈമാൻ വർദ്ധിക്കുകയാണ് ചെയ്തത്. നബി തങ്ങൾ പറഞ്ഞു, സഹാബാക്കൾ പറഞ്ഞു, വഖാലൂ ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. അല്ലാഹുവിനോടല്ലേ ഞങ്ങൾ പരമേൽപ്പിക്കേണ്ടത്. ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലകപ്പെട്ട ആളുകൾ അല്ലാഹുവിലേക്ക് പരമേൽപ്പിക്കണം. ജോലിയില്ലാത്ത ചെറുപ്പക്കാരാ, ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, ഞാൻ അല്ലാഹുവിനെ പരമേൽപ്പിക്കുകയാണ്. ഗർഭിണികളായ സഹോദരികൾ പറയണം, പടച്ചറബ്ബേ ഞാൻ ഗർഭം ചുമന്നിരിക്കുകയാണ്, ഇനിയുള്ള കാര്യം ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണല്ലോ. വാഹനങ്ങളിൽ കയറുന്നവരും അത് ചെയ്യണേ. എക്സാം അറ്റൻഡ് ചെയ്യുന്നവർ എന്ത് പ്രയാസങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോഴും അല്ലാഹുവിനെ ഏൽപ്പിച്ചുകൊണ്ടിറങ്ങിയാൽ അല്ലാഹുവിന്റെ സഹായം നിങ്ങളിലേക്കുണ്ടാകും. അത് മറക്കാൻ പാടില്ല. അല്ലാഹു നമ്മൾക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. എന്താണ് നബി തങ്ങൾ പറഞ്ഞത്? ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ എന്ന് പറഞ്ഞപ്പോഴേക്കും ഫഖലബു ബിനിഅമതിൻ മിനല്ലാഹ്. അല്ലാഹു അവരെ സഹായിക്കുകയാണ്. ലം യംസസുഹും സൂ. പിന്നെ അവർക്ക് പ്രയാസങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടില്ല. വത്തബഉ റിളവാനല്ലാഹ്. അല്ലാഹുവിന്റെ തൃപ്തി അവർക്ക് ലഭിക്കുകയും ചെയ്തു എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു നമ്മെ പഠിപ്പിക്കുകയാണ്. 100 വർഷക്കാലമാണല്ലോ ദുആ ചെയ്തത് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബ. പടച്ച റബ്ബേ എനിക്ക് സാലിഹായ മക്കളെ തരണേ എന്ന് ദുആ ചെയ്തുവല്ലോ. മക്കളില്ലാത്ത ആളുകളില്ലേ അല്ലേ? എത്ര ആളുകൾക്ക് മക്കളില്ല? മക്കളില്ലാതെ വളരെ വിഷമത്തിലിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. നിരാശരാവാൻ പാടില്ല. ലാ തഖ്നതു മിർ റഹ്മത്തില്ല. അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന്, അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്ന്, അല്ലാഹുവിന്റെ ഔദാര്യത്തിൽ നിന്ന് നിരാശരാവല്ല. അല്ലാഹു നമ്മെ സഹായിക്കും ഇൻഷാ അല്ലാഹ്. അലാ ഇന്ന നസ്റുല്ലാഹി ഖരീബ്. അല്ലാഹുവിന്റെ സഹായം താമസിയാതെ ഞങ്ങളിലേക്ക് കടന്നു വരുമെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അതുകൊണ്ട് നിരാശരാവാൻ പാടില്ല. 100 വർഷക്കാലം ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദുആ ചെയ്തുവല്ലോ, പടച്ച റബ്ബേ എനിക്ക് മക്കളില്ല, എനിക്ക് മക്കളെ തരണേ അല്ലാഹ്. റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബ. പടച്ച റബ്ബേ എനിക്ക് സ്വാലിഹീങ്ങളായ മക്കളെ നൽകണേ അല്ലാഹ്. അല്ലാഹു കൊടുത്തില്ലേ? 100ാമത്തെ വയസ്സിലല്ലേ ഒരു മകനെ നൽകുന്നത്. എന്നാൽ ആ മകനെ അറുക്കുവാൻ അല്ലാഹു പറഞ്ഞപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പിന്തിരിഞ്ഞോ? ഇല്ല. ഒരുപാട് വർഷക്കാലം കാത്തിരുന്ന തന്റെ മകനെ ലഭിച്ചിട്ട് ആ പൊന്നുമോനെ അറുക്കാൻ പറഞ്ഞപ്പോ കത്തിയും അലൈഹിസ്സലാം. ഹദിയായ ഹാജർ ബീവി റളിയല്ലാഹു അൻഹയെ
അതേപോലെ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെയും കൂട്ടി മക്കയുടെ ഹാജർ ബീവി റളിയല്ലാഹു അൻഹയെയും കൂട്ടി മക്കയിലെത്തുമ്പോ അവിടെ വെള്ളമില്ലല്ലോ, അവിടെ ഭക്ഷണമില്ലല്ലോ, അവിടെ മനുഷ്യന്മാരില്ലല്ലോ, സഹായിക്കുവാനോ സഹകരിക്കുവാനോ ഒരാളുമില്ലാത്ത സമയമാണല്ലോ അത്. ആ ഒരു സമയത്ത് ഭാര്യയും മകനെയും അവിടെ ഇട്ടേച്ചുകൊണ്ട് ഫലസ്തീനിലേക്ക് തിരിഞ്ഞു പോവുകയാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അപ്പൊ ഭാര്യ എന്താ ചോദിച്ചത്? അല്ല, നിങ്ങൾ എന്നെ ഇവിടെ ഇട്ടേച്ചു പോവാണല്ലോ, ഇത് ആര് പറഞ്ഞിട്ടാ നിങ്ങൾ ചെയ്യുന്നത്? അള്ളാഹുവിന്റെ കൽപ്പനയാണോ? ഇത് അള്ളാഹു പറഞ്ഞിട്ടാണോ നിങ്ങൾ എന്നെ വിട്ടേച്ചു പോകുന്നത് എന്ന് ചോദിച്ചപ്പോ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, അതെ, അള്ളാഹു ഏൽപ്പിച്ചിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പൊ ഭാര്യ പറഞ്ഞു, കുഴപ്പമില്ല, അള്ളാഹുവിനെ ഏൽപ്പിച്ചിട്ടല്ലേ പോകുന്നത്, കുഴപ്പമില്ല. ആ ഒരു വിശ്വാസം നമ്മൾക്ക് വേണം. നമ്മുടെ ഭാര്യമാരെയൊക്കെ ആരാരുമില്ലാതൊരു സ്ഥലത്ത് ഇട്ടേച്ചു വരാനുള്ളൊരു ഈമാൻ നമ്മൾക്കുണ്ടാവും, അല്ലെ? എത്രത്തോളം ഈമാനാണ് അതൊക്കെ. ഒരു മനുഷ്യനില്ല, ഒരു മൃഗങ്ങളില്ല, വെള്ളമില്ല, ജന്തുക്കളില്ല, ഒന്നുമില്ലാത്ത ഒരു വിജനമായ ഒരു കാട്ടിൽ തന്റെ ഭാര്യയെയും മകനെയും അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഒഴിവാക്കി 2000 കിലോമീറ്റർ തിരിച്ചങ്ങോട്ട് നടക്കാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അങ്ങനെ ഇരിക്കുമ്പോഴാണല്ലോ വെള്ളമില്ലാതെ ഉമ്മയും മകനും പ്രയാസപ്പെടുകയാണ്. ഉമ്മയുടെ മുലപ്പാല് പറ്റിപ്പോവുകയാണ്. സഫയിൽ നിന്ന് മറുവയിലേക്ക്, മറുവയിൽ നിന്ന് സഫയിലേക്ക്, വീണ്ടും മറുവയിലേക്ക്, സഫയിലേക്ക് ഇങ്ങനെ ഓടാൻ തുടങ്ങി. ജിബ്രീൽ അലൈഹിസ്സലാം ഓടി വന്നു. അല്ല, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഓടുന്നത്? ആരാണ് നിങ്ങൾ? ആരാണ് നിങ്ങൾ? പറഞ്ഞു, ഞങ്ങൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഭാര്യയാണ്, ഇത് ഇസ്മായിൽ നബി അലൈഹിസ്സലാമാണ്. നല്ല ഭർത്താവാണല്ലോ. അവിടെ ഭർത്താവ് ഞങ്ങൾ ഇവിടെ ഇട്ടേച്ചു പോയതാണ്. ആരെ ഏൽപ്പിച്ചിട്ടാണ് പോയത്? ആരെ ഏൽപ്പിച്ചിട്ടാണ് നിങ്ങളുടെ ഭർത്താവ് പോയതെന്ന് ചോദിച്ചപ്പോൾ ഭാര്യ പറഞ്ഞു, അല്ലാഹുവിനെ പരമേൽപ്പിച്ചിട്ടാണ് എന്റെ ഭർത്താവ് പോയതെന്ന് പറഞ്ഞപ്പോഴാണ് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞത്, അല്ലാഹു ഏൽപ്പിച്ചത്, നിങ്ങളെ ഏൽപ്പിച്ചത് ഏറ്റവും നന്നായി പരമേൽപ്പിക്കേണ്ട ആളെ തന്നെയാണല്ലോ, സൂക്ഷിക്കാൻ ഏൽപ്പിക്കേണ്ടവനെ തന്നെയാണല്ലോ നിങ്ങളുടെ ഭർത്താവ് സൂക്ഷിച്ചു പോയത്. അതുകൊണ്ട് നിങ്ങൾക്ക് പ്രശ്നം വരില്ല. അപ്പോഴല്ലേ മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാം കാലിട്ടടിക്കുകയും അവിടെ നിന്ന് സംസം വെള്ളം ഒഴുകുകയും ചെയ്തത്. നോക്കണം, നമ്മൾ വിശ്വാസത്തിന്റെ ഭാഗമാണത്, തവക്കുലിന്റെ ഭാഗമാണത്, അവരുടെ ആ ഒരു ഈമാനിന്റെ ആർജവമാണത്. വല്ലാതെ പ്രയാസപ്പെടുമ്പോഴേക്കും ഒന്നുമില്ലാത്ത സ്ഥലത്ത് അല്ലാഹു സംസം വെള്ളം നൽകിയവർക്ക്. പക്ഷേ ഈമാനിന്റെ ലവലേശം കുറഞ്ഞു പോകുമ്പോഴേക്കും അല്ലാഹു അവരെ വീണ്ടും പരീക്ഷിച്ചു. മഹദിയായ ഹാജർ ബീവി റളിയല്ലാഹു അൻഹ അവിടെ നിന്ന് ഉറവ പൊട്ടി വരുന്ന വെള്ളം തടഞ്ഞു വെക്കാൻ വേണ്ടി തന്റെ കയ്യിലുള്ള പാത്രങ്ങളിൽ നിറക്കാൻ തുടങ്ങി. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, മഹദിയായ ഹാജർ ബീവി ആ ഉറവ പൊട്ടി ഒഴുകുന്ന വെള്ളത്തിനെ തടഞ്ഞില്ലായിരുന്നുവെങ്കിൽ, അതിനെ മഹദിയായവർ തടഞ്ഞിരുന്നില്ലായിരുന്നുവെങ്കിൽ സംസം വെള്ളം ഇന്ന് ഭൂമി ലോകത്ത് ഒഴുകിക്കൊണ്ടിരിക്കുന്ന നദിയാകുമായിരുന്നു എന്ന്. വിശ്വാസത്തിന്റെ അല്പഭാഗം പോയി. പടച്ചവനെ, ഈ വെള്ളം തീർന്നു പോകുമോ? പടച്ച റബ്ബേ, ഇത് തീർന്നു പോകുമോ എന്ന് പേടിച്ച് മഹദിയായ ഹാജർ ബീവി റളിയല്ലാഹു അൻഹ അതൊന്ന് തടഞ്ഞു വെച്ചപ്പോഴേക്കും അല്ലാഹു പരീക്ഷിച്ചു. പിന്നെ അതൊരു കിണറായി മാറി. സഹോദരങ്ങളെ, അല്ലാഹുവിലേക്ക് പരമേൽപ്പിച്ചാൽ അല്ലാഹു നമ്മെ സഹായിക്കാൻ തയ്യാറാണ്. പക്ഷേ തവക്കുൽ എന്ന് പറഞ്ഞ് മിണ്ടാതിരിക്കാൻ പാടില്ല, ജോലി ചെയ്യാതിരിക്കാൻ പാടില്ല, അധ്വാനിക്കാതിരിക്കാൻ പാടില്ല. എന്ത് വേണം? ജോലി ചെയ്യണം, എന്നിട്ട് അല്ലാഹുവിലേക്ക് പരമേൽപ്പിക്കണം. മക്കള് പഠിക്കാതെ ഞാൻ അല്ലാഹുവിലേക്ക് തവക്കുലാക്കി, ഞാൻ എക്സാം എഴുതാൻ പോവാ, എന്തേ പഠിച്ചോ? ഞാൻ പഠിച്ചിട്ടില്ല, എല്ലാം അല്ലാഹുവിനെ ഏൽപ്പിച്ചു. ഒരു കാര്യമില്ല കേട്ടോ, ആ ഒരു തവക്കുലിൽ ഒരു കാര്യമില്ല. പഠിക്കണം, എന്നിട്ട് നമ്മൾ തവക്കുലാക്കണം. എന്തേ? പഠിച്ച കാര്യങ്ങൾ മറന്നുപോയിക്കൂടെ? പഠിച്ച കാര്യങ്ങളൊക്കെ നമ്മൾക്ക് മറന്നുപോയിക്കൂടെ? അങ്ങനെ ഒരു മറവി വരാതിരിക്കാനും എക്സാമിന്റെ പേടിയില്ലാതിരിക്കുവാനും പഠിച്ച റബ്ബിലേക്ക് പരമേൽപ്പിക്കുമ്പോ അല്ലാഹു നമ്മെ സഹായിക്കുകയാണ്. കുറ്റിപ്പുറത്തേക്ക് പോകുന്ന ഒരു ബസ് കയറി, അല്ലേ? കുറ്റിപ്പുറത്തേക്ക് പോകുന്ന ബസ് കയറി, എന്നിട്ട് നമ്മൾ ദുആ ചെയ്യാണ്, പഠിച്ചോൻ എന്നെ തൃശ്ശൂർ എത്തിക്കണേ. നടക്കുവോ?
ദുആ ചെയ്യാൻ നമ്മൾ പടച്ചവനെ ഞാൻ അല്ലാഹുവിലേക്ക് തവക്കുലാക്കി ഇനി ഞാൻ തൃശ്ശൂരിലെത്തും, നടക്കൂല. അതുകൊണ്ട് വേണം തൃശ്ശൂരിലേക്ക് പോകുന്ന ബസ്സിൽ കയറണം. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. ഞാൻ അല്ലാഹുവിനെ ഏൽപ്പിച്ചു, അല്ലാഹുവേ എന്റെ കാര്യമെല്ലാം ഞാൻ നിന്നെ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ അപകടങ്ങളില്ലാതെ, പ്രശ്നങ്ങളില്ലാതെ, ഒരു ബുദ്ധിമുട്ടുമില്ലാതെ അല്ലാഹു നിന്നെ തൃശ്ശൂരിലേക്ക് എത്തിക്കും. അതുകൊണ്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? പഠിക്കണം നമ്മൾ, എന്നിട്ടാണ് അല്ലാഹുവിലേക്ക് പരമേൽപ്പിക്കേണ്ടത്. ജോലി ചെയ്യണം നമ്മൾ, എന്നിട്ടാണ് നമ്മൾ അധ്വാനിക്കേണ്ടത്. മടിയന്മാരായി നിൽക്കാനുള്ള വകകളല്ല ഇത്, മടിയന്മാരായി രക്ഷപ്പെടാനുള്ള വകകളല്ല ഇത്. അല്ലാഹുവിലേക്ക് പൂർണ്ണമായി തഖ്വ ചെയ്ത് തവക്കുൽ ചെയ്ത് അധ്വാനിക്കുമ്പോൾ അല്ലാഹു വേണ്ടതെല്ലാം നമ്മൾക്ക് തരാൻ തയ്യാറാണ്. അല്ലാഹു നമ്മൾക്ക് നൽകുമാറാവട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ഹബീബ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്ന രംഗം നമ്മൾക്കറിയുമല്ലോ അല്ലേ? ബക്കറ്റ് പിരിവ് തുടങ്ങുകയാണ്. ഇവിടെ ബക്കറ്റ് ഒന്നുമില്ല. ഇൻഷാ അല്ലാഹ് ബക്കറ്റ് പിരിവ് വരുന്നുണ്ട്. എല്ലാവരും ഒരു 100 രൂപയെങ്കിലും ഇട്ട് സഹായിച്ചൂടെ? 100 രൂപ കൊടുക്കാമെങ്കിൽ നാട്ടിന്റെ പേര് മറക്കുന്നല്ലോ പഠിച്ചോനെ. എന്താണ്? പടിഞ്ഞാറങ്ങാടിയിൽ ഒരു 100 രൂപ കൊടുക്കാൻ പറ്റാത്ത ആളുകളുണ്ടോ? ഉണ്ടോ? ഇല്ല അല്ലേ? നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കുന്നത് വരെ അള്ളാഹുവിന്റെ പ്രീതി, അള്ളാഹുവിന്റെ തൃപ്തി, അള്ളാഹുവിന്റെ പ്രതിഫലം നിങ്ങൾക്ക് ഒരിക്കലും ലഭിക്കില്ല എന്ന പരിശുദ്ധ ഖുർആനിന്റെ ആയത്ത്, അതിന്റെ സാരം നമ്മുടെ മനസ്സിൽ എല്ലാവരും വെക്കുക. എന്താണ്? ശ്രദ്ധിക്കുന്നുണ്ടല്ലോ പെണ്ണുങ്ങളും ആണുങ്ങളൊക്കെ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കുന്നത് വരെ നിങ്ങൾക്ക് ഒരിക്കലും പ്രതിഫലം ലഭിക്കില്ലെന്നാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ബക്കറ്റ് വരുമ്പോ നമ്മുടെ പോക്കറ്റിൽ കൈയിടൂലേ? അതിൽ 5 ഉണ്ടാകും, 10 ഉണ്ടാകും, 100 ഉണ്ടാകും, 500 ഉണ്ടാകും, 1000 ഉണ്ടാകും. അപ്പൊ അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട നോട്ട് എല്ലാവരും ഒന്ന് നോക്കിയേ. അതിൽ ഇഷ്ടപ്പെട്ട നോട്ട് നമ്മൾ ഇൻഷാ അല്ലാഹ് ബക്കറ്റിലിടുക. എന്നിട്ട് അള്ളാഹുവിന്റെ കൂലി പ്രതീക്ഷിക്കുക. അള്ളാഹു ഹലാലായ ഉദ്ദേശങ്ങൾ നിറവേറ്റി തരുമാറാവട്ടെ ഇൻഷാ അല്ലാഹ്. ആത്മാർത്ഥമായി കൊടുക്കുന്ന ആളുകൾക്ക് ജീവിതത്തിൽ മറ്റൊരാളോട് ബെഗ് ചെയ്യേണ്ട, മറ്റൊരാളോട് യാചിക്കേണ്ട അവസ്ഥ അള്ളാഹു നൽകൂല. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. എല്ലാവരും ഒന്ന് എണീറ്റ് നിന്ന് ഇൻഷാ അല്ലാഹ് നിർത്താൻ പോകണം. എല്ലാവരും എണീറ്റ് നിന്ന് ഒരു 3 സ്വലാത്ത് ഉറക്കെ ചെല്ലുന്നിട്ട് നമുക്ക് പെട്ടെന്ന് ദുആ ചെയ്തിട്ട് പിരിയ. കുറച്ച് സംസാരിച്ചിട്ട് അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആ ബാക്കിലുള്ള ആളുകൾക്കൊന്ന് മുമ്പിൽ വരുമോ? ഒന്നും കൂടി വാ. ഏതായാലും ആ ബാക്കിലുള്ള നിൽക്കുന്ന ആളുകളൊക്കെ വരും. എന്തിനാണ് വെറുതെ നിന്ന് കാലൊക്കെ കടഞ്ഞു പോകൂലേ? ഡിസ്കിനൊക്കെ തകരാറ് വരെ വെറുതെ നിന്നാലേ. ഇൻഷാ അല്ലാഹ് വരെ നമ്മൾ നിർത്താൻ പോവാണ്. അതിന് മുമ്പ് ഒന്നിങ്ങോട്ടും എല്ലാവരും വരി. എന്നിട്ട് ഉറക്കെ സ്വലാത്ത് ചൊല്ലി അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് എല്ലാവർക്കും ഒരു കവറ് വിതരണം ചെയ്യുന്നുണ്ട്. നാളെ ബഹുമാനപ്പെട്ട നൗഷാദ് ബാക്കവിയുടെ പരിപാടിക്കിടയിൽ പ്രത്യേകം ദുആ ചെയ്യാനുള്ള നിർദ്ദേശങ്ങൾ, എന്തെങ്കിലും പ്രത്യേക മുറാദുകളുണ്ടെങ്കിൽ അതിലെഴുതി ഇവിടെ കൗണ്ടറിൽ നാളെ വരുമ്പോൾ ഏൽപ്പിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. കൂടെ അതിലേക്ക് നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ എന്തെങ്കിലും സംഭാവനകളുണ്ടെങ്കിൽ അതിൽ നിക്ഷേപിച്ച് നിങ്ങളുടെ മുറാദുകളും അതിലെഴുതി ഇവിടെ കൊടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവിധ ഹലാലായ ഉദ്ദേശങ്ങളും അല്ലാഹു പൂർത്തീകരിച്ച് അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് പറഞ്ഞതുപോലെ ആ കവർ വരും ഇൻഷാ അല്ലാഹ്. നാളെ നമ്മുടെ നൗഷാദ് ബാക്കവി ഉസ്താദാണ് ഇവിടെ വരേണ്ടത്. അദ്ദേഹം ഇങ്ങനെ ദുആ ചെയ്യും. ആത്മാർത്ഥമായി നല്ലൊരു തുക ഇട്ട് എല്ലാവരും സഹായിക്കുക. അതേപോലെ ഇവിടെ ഇർഷാദ് ദഅവ കോളേജ് ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ മൈക്ക് ഓപ്പൺ ആയിക്കൂടെ നിങ്ങൾക്ക്? എത്രയോ വാട്സ് കൊണ്ടുവന്നിട്ട് വെക്കുന്നില്ല. അപ്പോൾ ഒരു ഉപകാരം വേണ്ടേ? വല്ലാതെ റിസ്ക് ആണെന്നുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. ഞാൻ അവിടെ പറയാറില്ല, നിങ്ങളോട് രഹസ്യമായിട്ട് പറയലാണ്. അപ്പോൾ യോഗ്യത സ്കൂൾ 7ാം ക്ലാസ്, മദ്രസ 5ാം ക്ലാസ് പാസ്സാകണം ഇൻഷാ അല്ലാഹ്.
കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ BA ഡിഗ്രിയോടൊപ്പം ഒരു പണ്ഡിതന്മാരാക്കി പറഞ്ഞേക്കാണ്. അപ്പോൾ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഫോം അവിടെ കൊടുക്കുന്നുണ്ട്. വേണ്ട ആളുകൾ അത് വാങ്ങിച്ച് നമ്മുടെ മക്കളൊക്കെ ചേർക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് ഞാൻ നിർത്താൻ പോവാണ്. ഒരു സംഭവം കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ നിന്ന് മക്കയിൽ നിന്ന് മദീനയിലേക്ക് കടന്നു പോവുകയാണ്. മക്കക്കാരായ ആളുകളെല്ലാം അള്ളാഹുവിന്റെ ഹബീബിനെ പൂർണ്ണമായി പീഡിപ്പിക്കുകയും അള്ളാഹുവിന്റെ ഹബീബിനെ ശിക്ഷിക്കുകയും ചെയ്യുന്നൊരു സമയത്ത് രക്ഷയില്ലാതെ അള്ളാഹുവിന്റെ സമ്മതത്തോടെ മദീനയിലേക്ക് കടന്നു പോകുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരെ ചെല്ലേണ്ടതങ്ങ് മദീനയിലേക്കാണല്ലോ. മക്കയിൽ നിന്ന് നേരെ ചെല്ലേണ്ടത് മദീനയിലേക്കാണ്. പക്ഷേ നബി തങ്ങൾ ചെന്നത് നേരെ ഓപ്പോസിറ്റ് വഴിയിലാണ്. മക്കയിൽ നിന്ന് നേരെ ചെല്ലേണ്ടത് മദീനയിലേക്കാണ്. പക്ഷേ നബി തങ്ങൾ പോയത് വേറൊരു വഴിയിലേക്കാണ്. ഏതായാലും ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് മദീനയിലേക്ക് ഞാൻ പോവാ, അള്ളാഹു എന്നെ രക്ഷപ്പെടുത്തുമല്ലോ എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ ഹബീബ് പോയില്ല. അള്ളാഹുവിന്റെ ഹബീബ് എന്ത് ചെയ്തു? നാട്ടിൽ നടക്കുന്ന വിവരങ്ങളെല്ലാം പറഞ്ഞു തരാൻ വേണ്ടി ഒരാളെ ഏൽപ്പിച്ചു. ഭക്ഷണം ഗുഹയിലേക്ക് എത്തിക്കാൻ വേണ്ടി ഒരാളെ പറഞ്ഞയച്ചു. വഴി നോക്കി കാണിച്ചു കൊടുക്കാൻ വേണ്ടി മറ്റൊരാളെ നിയമിച്ചു. അങ്ങനെ എല്ലാ കാര്യങ്ങളും അതിലേക്ക് വേണ്ടുന്ന സകലമായ ഐഡിയകളും ഉപയോഗിച്ചിട്ടാണ് അള്ളാഹുവിന്റെ ഹബീബ് മദീനയിലേക്ക് ചെല്ലുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൗർ എന്ന് പറയുന്ന ഗുഹയിലേക്ക് ചെന്നു. സൗർ എന്ന ഗുഹ മദീനയിലേക്കുള്ള വഴിയിലല്ല, മറ്റൊരു വഴിയിലാണ്. എന്തിനാണത് ചെയ്തത്? ശത്രുക്കളായ ആളുകൾ അള്ളാഹുവിന്റെ ഹബീബിനെ ശ്രദ്ധിച്ചു വരുമ്പോ, അള്ളാഹുവിന്റെ ഹബീബിനെ പിന്തുടർന്ന് വരുമ്പോൾ പിടിക്കപ്പെടാതിരിക്കാൻ അവരുടെ ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടി വേറൊരു വഴിയിലേക്ക് ചെന്നു. മക്കക്കാരായ മുശ്രിക്കീങ്ങളായ ആളുകളെല്ലാം അള്ളാഹുവിന്റെ ഹബീബിനെ കൊല്ലുന്ന ആളുകൾക്ക്, ഹബീബിന്റെ തലയുമായി കടന്നു വരുന്ന ആളുകൾക്ക് 100 ഒട്ടകം ഇനാം പ്രഖ്യാപിച്ചു. 100 ഒട്ടകം തലയുമായി വന്ന 100 ഒട്ടകം. 100 ഒട്ടകം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഇന്നത്തെ ഏറ്റവും മുന്തിയ വാഹനം ഏതാ? ആ ഒരു വാഹനം നമ്മൾ സങ്കല്പിക്കുക. ഏറ്റവും മുന്തിയ വാഹനം നമ്മുടെ നാട്ടിലുള്ള അങ്ങനെയുള്ള 100 വാഹനങ്ങൾ നൽകാൻ പോവാണ്. അപ്പൊ എല്ലാ ആളുകളും മൂടിപ്പിടിച്ച വാളുമായി അള്ളാഹുവിന്റെ ഹബീബിനെ ആക്രമിക്കാനും ഹബീബിനെ വധിക്കാനും വേണ്ടി ചെല്ലുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 ദിവസമാണ് സൗർ എന്ന ഗുഹയിൽ താമസിച്ചത്. എന്നിട്ട് നേരെ മദീനയിലേക്ക് ചെല്ലുമ്പോഴാണ് മഹാനായ സുറാഖത്ത് ബിൻ മാലിക്, അദ്ദേഹം മുസ്ലിമല്ല, ഹബീബിനെ വധിക്കാൻ വേണ്ടി കടന്നു വരുന്നത്. കയ്യിൽ വാളുണ്ട്, ഊരിപ്പിടിച്ച വാളാണത്. നബിയെ കൊല്ലാൻ വേണ്ടി തന്റെ കയ്യിലുള്ള വാളോങ്ങിയപ്പോൾ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഒരു കറാമത്ത് കൊണ്ട്, ആ ഒരു മുഅ്ജിസത്ത് കൊണ്ട് അദ്ദേഹത്തിന്റെ കുതിരയുടെ കാല് താഴേക്ക് താഴ്ന്നു പോവുകയാണ്. നബി തങ്ങളോട് പറഞ്ഞു, നബിയെ നിങ്ങൾ ദുആ ചെയ്യണം, ഞാൻ നിങ്ങളൊന്നും ചെയ്യില്ല. വീണ്ടും അല്ലാഹുവിന്റെ ഹബീബ് ദുആ ചെയ്തു. വീണ്ടും അല്ലാഹുവിന്റെ ഹബീബിനെ കൊല്ലാൻ വേണ്ടി വാളോങ്ങി. നബി തങ്ങളുടെ തലയുമായി ചെന്നാൽ 100 ഒട്ടകമാണല്ലോ എനിക്ക് കിട്ടാൻ പോകുന്നത്. മൂന്നാമതും അല്ലാഹുവിന്റെ ഹബീബിനെ വെട്ടാൻ വേണ്ടി വാളോങ്ങിയപ്പോ അദ്ദേഹത്തിന്റെ കുതിര വീണ്ടും താഴേക്ക് താഴ്ന്നു പോയി. അദ്ദേഹത്തിന് മനസ്സിലായി, ഇത് ചില്ലറക്കാരനല്ല, ഇതിന് അല്ലാഹുവിന്റെ പ്രവാചകനാണല്ലോ, ഇത് ഞാനൊന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് മടങ്ങിപ്പോയ ആളാണ് സുറാഖത്ത് ബിൻ മാലിക്. പിന്നെ അദ്ദേഹം മുസ്ലിമായി റളിയല്ലാഹു അൻഹു. ഏതായാലും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഗുഹയിലിരിക്കുമ്പോഴാണ് അവിടേക്ക് ശത്രുക്കൾ ഓടി വരുന്നത്. നോക്കണം, നമ്മൾ മദീനയിലേക്കുള്ള വഴിയല്ല, മറ്റൊരു വഴിയിലാണ് അവർ ഒളിച്ചു നിൽക്കുന്നത്. അവിടേക്കും അവർ കടന്നു വന്നു അല്ലാഹുവിന്റെ ഹബീബിനെ വധിക്കാൻ വേണ്ടി. എന്നാൽ ഉടനെ തന്നെ ഗുഹാമുഖത്തേക്ക് അവരുടെ കുതിരയുടെ കുളമ്പടി ശബ്ദങ്ങൾ കേട്ടപ്പോഴാണ് മഹാനായ സിദ്ദീഖ് തങ്ങളെ പറഞ്ഞത്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, ലൗ അന്ന അഹദഹും നളറ ഇലാ ഖദമൈ, അവരെങ്ങാനും ഞങ്ങളുടെ കാൽപാദങ്ങൾ നോക്കിയാൽ അവർക്ക് ഞങ്ങളെ കാണുമല്ലോ നബിയെ. അബ്സറനാ തഹ്ത ഖദമൈ, ഞങ്ങളെ കാണുമല്ലോ നബിയെ, ഞങ്ങളവരെ വധിക്കുമല്ലോ നബിയെ, ഞങ്ങളവരെ കൊല്ലുമല്ലോ നബിയെ എന്ന് പറഞ്ഞപ്പോഴാണ് അല്ലാഹുവിന്റെ റസൂല് പറയുന്നത്, യാ അബൂബക്കർ, അബൂബക്കറേ നീ എന്താണ് പറയുന്നത്? മാലന്നുക ബിസ്നൈൻ,
ഞങ്ങൾ രണ്ടാളാണെന്നാണോ നീ കരുതിയത്? ഈ ഗുഹയിൽ ഞാനും നീയും മാത്രമാണെന്നാണോ നീ കരുതിയത്? അല്ലാഹു സാലിസുഹുമാ, മൂന്നാമനായി പടച്ചറപ്പുണ്ട് എന്ന് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞപ്പോഴാണ് അല്ലാഹു അവിടേക്ക് സഹായങ്ങൾ ചെയ്യുന്നത്, അല്ലാഹു അവരെ സഹായിക്കുന്നത്. അപ്പോഴാണ് പ്രാവിന്റെ മുട്ട അവിടെ കാണുന്നത്, അപ്പോഴാണ് ചിലന്തിയുടെ വല അവിടെ കാണുന്നത്. ഏതോ ഒരു മരം ചാഞ്ഞു വരികയും എന്നിട്ട് ഗുഹാമുഖത്ത് ചാഞ്ഞു കിടക്കുകയും ചെയ്തു. മക്കാ മുശ്രിക്കീങ്ങളായ ആളുകളെല്ലാം അല്ലാഹുവിന്റെ ഹബീബുണ്ടോ എന്ന് ഗുഹയിലേക്ക് നോക്കി. എന്നിട്ട് അവർ പറഞ്ഞു, ചിലന്തിയുടെ വലയുണ്ടല്ലോ, ചിലന്തിയുടെ വലയുണ്ടല്ലോ, ചിലന്തിയുടെ വലയുണ്ടല്ലോ, അതുകൊണ്ട് ഇവിടെ ആളുണ്ടാവാൻ സാധ്യതയില്ല എന്ന് അവർ തിരിച്ചു പോകാനുള്ള കാരണം അല്ലാഹുവിന്റെ ഹബീബിന്റെ തവക്കുലാണത്. ഇന്നല്ലാഹ മഅനാ, അല്ലാഹു ഞങ്ങളുടെ കൂടെയുണ്ടല്ലോ. ഇല്ലാ തൻസുറൂഹു ഫഖദ് നസറല്ലാഹ്, അല്ലാഹു സഹായിക്കുകയാണ്. ഇദ അഖ്റജഹുല്ലദീന കഫറൂ സാനി ഇസ്നൈൻ, രണ്ടുപേരെയും മക്കയിൽ നിന്ന് കിങ്കരന്മാരായ ആളുകൾ മദീനയിലേക്ക് പറഞ്ഞയച്ചപ്പോ ഇദ് യഖൂലു ലിസാഹിബിഹി ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, സിദ്ദീഖേ വിഷമിക്കേണ്ട, അല്ലാഹു ഞങ്ങളുടെ കൂടെയുണ്ട്. ഫഅൻസലല്ലാഹു സകീനത, അല്ലാഹു അവരെ സഹായിച്ചു. അല്ലാഹു അവർക്ക് സൈന്യങ്ങളെ പറഞ്ഞയച്ചുകൊണ്ട് സഹായിക്കാനുള്ള കാരണം അല്ലാഹുവിന്റെ ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ കാര്യങ്ങളും അല്ലാഹുവിനെ പരമേൽപ്പിച്ചതുകൊണ്ട്. പക്ഷേ മഹദിയായ മറിയം ബീബി റളിയല്ലാഹു അൻഹാ, അദ്ദേഹം അല്ലാഹു പറഞ്ഞുവല്ലോ, ലോകത്തെ ഏറ്റവും നല്ല പെണ്ണ് അത് മറിയം ബീവിയാണ്, ആസിയ ബീവിയാണ്. മുഅ്മിനീങ്ങളായ സച്ചരിതരായ ഉമ്മമാരുടെ ഉദാഹരണം അത് മറിയം ബീവിയാണ്. അഹ്സനത് ഫർജഹ, അവരുടെ ഗുഹ്യസ്ഥാനങ്ങൾ ഹറാമിൽ പോകാതെ സൂക്ഷിച്ചത് കാരണം, തെറ്റ് ചെയ്യാത്തത് കാരണം മറിയം ബീവി സച്ചരിതയായ പെണ്ണാണെന്ന് അല്ലാഹു തആല പരിശുദ്ധമായ ഖുർആനിൽ പറയുന്നുണ്ടല്ലോ. ഫനഫഖ്നാ ഫീഹി മിൻ റൂഹിനാ, എങ്ങനെയാണ് കൊടുത്തത്? ഉസ്സി ഇലൈക ബിജുദ്ഇൻ നഖല, മറിയം ബീവി അവിടെ ഒരു ഈന്തപ്പനയുണ്ടല്ലോ, ആ ഈന്തപ്പനയൊന്ന് കുലുക്കി വെക്കണേ. ഈന്തപ്പനയെ കുലുക്കി വെക്കണം. ഈന്തപ്പനയെ കുലുക്കാൻ പറ്റുമോ? നമ്മുടെ തെങ്ങുകളൊക്കെ നമ്മൾക്ക് കുലുക്കിയാൽ തേങ്ങ താഴെ വീഴും. അങ്ങനെ തെങ്ങ് കുലുക്കി താഴെ നിലത്തിട്ട് ആരെങ്കിലും ഉണ്ടോ? ഇവിടെ ഉണ്ടോ? തെങ്ങ് കുലുക്കി തേങ്ങ താഴെ ഇട്ടാരെങ്കിലും ഉണ്ടോ? ഉണ്ടാവൂല. പക്ഷേ നിങ്ങൾ അങ്ങനെ അധ്വാനിക്കാതെ അള്ളാഹുവിലേക്ക് തവക്കുലാക്കണ്ട എന്ന് പഠിപ്പിക്കുകയാണ്. അധ്വാനിക്കാതെ, റിസ്ക് എടുക്കാതെ, പ്രയാസപ്പെടാതെ നിങ്ങൾ അള്ളാഹുവിലേക്ക് തവക്കുലാക്കാൻ പാടില്ല. ഗർഭിണിയായ, അതേപോലെ ഗർഭിണികൾക്കൊരു എക്സസൈസ് വേണമെന്ന് സൂചിപ്പിക്കുക കൂടിയാണ്. ഗർഭിണികളായാൽ പിന്നെ 9 മാസം വിശ്രമമല്ല, പിന്നെ ഉറങ്ങുകയല്ല, പിന്നെ ജോലി ചെയ്യാതിരിക്കുകയല്ല. ഗർഭിണികൾ അല്പം എക്സസൈസ് ചെയ്യണം, അല്പം അധ്വാനം വേണം എന്ന് അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ നമ്മോട് സൂചിപ്പിച്ചു തരികയാണ്. ഗർഭിണിയായ മഹദിയായ മറിയം ബീബി റളിയല്ലാഹു അൻഹയോട് അല്ലാഹു പറഞ്ഞു, ഹുസ്സി ഇലൈക ബിജിദ്ഇൻ നഖല, ആ ഒരു ഈന്തപ്പനയെ നിങ്ങൾ കൊടുക്കണം. തുസാഖിത അലൈകി റുതബൻ ജിനിയ, നിങ്ങൾക്ക് വേണ്ട ഭക്ഷണം അവിടെ നിന്ന് കിട്ടുമെന്ന് അല്ലാഹു മഹദിയായ മറിയം ബീബി റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്. ഈ ചരിത്രത്തിൽ നിന്ന് നമ്മൾ പാഠമാക്കേണ്ടത്, അധ്വാനിക്കാതെ തവക്കുലാക്കിയാൽ അല്ലാഹു നൽകില്ല. അധ്വാനിക്കണം, എന്നിട്ട് തവക്കുലാക്കണം. അല്ലാഹു നമ്മൾക്ക് ഖൈർ ചെയ്യുമാറാവട്ടെ. മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാം രോഗിയായി കിടന്നു ഒരുപാട് വർഷങ്ങൾ, ശരീരമാസകലം വ്രണങ്ങൾ കൊണ്ട് പ്രയാസപ്പെട്ടു. എന്നിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്തു. ഇദ്നാദാ റബ്ബഹു അന്നി മസ്സനിയ ശൈത്താൻ, പടച്ച റബ്ബേ എനിക്ക് പിശാചിന്റെ ബാധയേറ്റു, പടച്ച റബ്ബേ എനിക്ക് അസുഖം ഉണ്ടായി, അതുകൊണ്ട് നീ സഹായിക്കണേ അല്ലാഹ് എന്ന് അല്ലാഹുവിനോട് പറഞ്ഞപ്പോഴാണ് അല്ലാഹു ഉടനെ തന്നെ മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാമിനോട് പറയുന്നത്, ഉർഖു ബിയജ്ലിക ഹാദാ മുഗ്തസലും ബാരിദുൻ വശറാബ്. അയ്യൂബ് നബിയുടെ അസുഖങ്ങൾ അല്ലാഹുവിന് വേണമെങ്കിൽ വെറുതെ അങ്ങ് ശിഫ ചെയ്തു കൊടുക്കാം, അല്ലേ? വേണമെങ്കിൽ ഒരു ആവശ്യമില്ലാതെ ഒന്ന് ചിന്തിക്കുക പോലും ചെയ്യാതെ അല്ലാഹുവിന് ശമനം നൽകാം. പക്ഷെ അല്ലാഹു അയ്യൂബ് നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞത്,
തന്റെ കാലൊന്ന് ഭൂമിയിലേക്ക് ഇട്ടടിക്കണം, തന്റെ കാല് ഭൂമിയിലേക്കൊന്ന് ചവിട്ടണം, അല്പമൊന്ന് അധ്വാനിക്കുക. ഉർകുൽ ബിരിജിലിക, നിന്റെ കാലൊന്ന് ഭൂമിയിലേക്ക് ചവിട്ടണം. എന്നിട്ടോ ഹാദാ മുഗ്തസലും ബാരിദുൻ വശറാബ്, ഒന്നാമത്തെ കാലിട്ടടിക്കുമ്പോൾ വരുന്നത് നിനക്ക് കുടിക്കാനാണ്, രണ്ടാമത്തേത് കുടിക്കാനാണ്. അധ്വാനമില്ലാതെ അല്ലാഹു തരില്ല എന്നാണ് ഇതൊക്കെ സൂചിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് പുണ്യ സഹോദരങ്ങളെ, മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാമിന് മത്സ്യം വിഴുങ്ങിയത് നമ്മൾക്ക് പരിചയമുണ്ടല്ലോ. ലോക ചരിത്രത്തിൽ ഇന്ന് വരെ മത്സ്യം വിഴുങ്ങിയ ആളുകൾ എവിടെയെങ്കിലും ജീവനോടെ തിരിച്ചു വന്നിട്ടുണ്ടോ? എന്റെ മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം രക്ഷപ്പെടാനുള്ള കാരണം, യൂനുസ് നബി അലൈഹിസ്സലാം ആ ഒരു മത്സ്യത്തിന്റെ അകത്തളങ്ങളിൽ കിടന്നുകൊണ്ട്, അതിന്റെ വയറ്റിൽ കിടന്നുകൊണ്ട് അല്ലാഹുവിനോട് ദുആ ചെയ്തു, പടച്ചവനെ ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, പടച്ചവനെ ഞാൻ അക്രമം ചെയ്തു പോയി റബ്ബേ, എന്നെ നീ രക്ഷിക്കണേ എന്ന് ആ ഒരു മത്സ്യത്തിന്റെ വയറ്റിന്റെ അകത്ത് നിന്നുകൊണ്ട് യൂനുസ് നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്തപ്പോഴാണ് അല്ലാഹു യൂനുസ് നബി അലൈഹിസ്സലാമിനെ രക്ഷപ്പെടുത്തുന്നത്. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടല്ലോ, ഒരുപാട് അത്ഭുതങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടല്ലോ. അതുകൊണ്ട് അല്ലാഹുവിലേക്ക് തവക്കുലാക്കി എല്ലാ കാര്യങ്ങളും അല്ലാഹുവിലേക്ക് ബറമേൽപ്പിച്ച് ജീവിക്കാനാണ് അല്ലാഹു നമ്മെ പഠിപ്പിക്കുന്നത്. പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോ, വേവലാതികൾ ഉണ്ടാകുമ്പോ, പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോ, പ്രാരാബ്ധങ്ങൾ ഉണ്ടാകുമ്പോ ആരോടാണ് നമ്മൾ പറയേണ്ടത്? പടച്ച റബ്ബായ അല്ലാഹുവിനോടാണ്. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം വളരെ 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 പ്രസിദ്ധമായ ചരിത്രമാണല്ലോ. മഹാനായ ഉമർ തങ്ങൾ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിനെ റോമിലേക്ക് ഒരു യുദ്ധത്തിന്റെ കൂടെ, ഒരു സന്നാഹത്തോടു കൂടെ, ഒരു സൈന്യത്തോടു കൂടെ പറഞ്ഞേക്കുകയാണ്. ക്രിസ്ത്യാനികളായ റോമക്കാരായ ആളുകൾ അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹുവിനെയും അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകളെയും ബന്ധിച്ചു വെച്ചു. എന്നിട്ട് കൊണ്ടുപോയി അവരുടെ കൊട്ടാരത്തിലേക്ക്. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഇസ്ലാമിൽ നിന്ന് പിന്മാറണം, ഇസ്ലാമിൽ നിന്ന് പിന്മാറണം, ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ നിന്ന് പിന്മാറണം. എന്നിട്ട് നീ ക്രിസ്ത്യാനിയായാൽ നിങ്ങൾക്ക് വേണ്ടതെല്ലാം തരാൻ ഞാൻ തയ്യാറാണ്. എന്താണ് വേണ്ടത്? അതൊക്കെ തരാൻ ഞാൻ തയ്യാറാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ ഒരു സ്വത്ത് പോലും വേണ്ട, ഞാൻ ഇസ്ലാമിൽ നിന്ന് പിന്മാറുന്ന പ്രശ്നമേ ഇല്ല. എന്നാൽ ഞാനൊന്ന് പറയട്ടെ, നീ ക്രിസ്ത്യാനിയായാൽ ഈ രാജ്യത്തെ തന്നെ 2 കഷ്ണമാക്കി വിഭജിക്കുകയും ഒരു ഭാഗം നീ ഭരിക്കുകയും രണ്ടാമത്തെ ഭാഗം ഞാൻ ഭരിക്കുകയും ചെയ്യാൻ നിനക്ക് പറ്റുമോ? നോക്കണം ചോദ്യം. ലോകത്തിന്റെ ഭൂരിഭാഗം ഭാഗങ്ങളും കയ്യിൽ വെച്ച് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭരണാധികാരിയാണ് ചോദിക്കുന്നത്. പറഞ്ഞെനിക്ക് പറ്റൂല, എനിക്ക് അല്ലാഹുവാണ് വലുത്, എനിക്ക് എന്റെ ദീനാണ് വലുത്. ഉടനെ തന്നെ അദ്ദേഹത്തെ കുരിശിലേറ്റാനും അദ്ദേഹത്തിന്റെ ശരീരത്തിലേക്ക് അമ്പുകൾ വർഷിപ്പിക്കുവാനും തന്റെ പ്രജകളോട് കൽപ്പിക്കുകയാണ്. ശരീരത്തിലേക്ക് മാറി മാറി ഓരോ അമ്പുകൾ കടന്നു വന്നപ്പോഴും അദ്ദേഹം പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, പിന്മാറുന്ന പ്രശ്നമേ ഇല്ല. ഇത് കേട്ടപ്പോഴാണ് വലിയൊരു തളിക കൊണ്ടുവരാൻ പറയുന്നത്. നോക്കണം പുണ്യ സഹോദരങ്ങളെ, ഇങ്ങനൊരു പ്രയാസം നമ്മൾ സഹിച്ചിട്ടുണ്ടോ? ഇങ്ങനൊരു പ്രാരാബ്ധങ്ങൾ ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? ഇങ്ങനൊരു കഷ്ടപ്പാട് ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? വലിയൊരു തളിക കൊണ്ടുവരികയും അതിലേക്ക് എണ്ണ ഒഴിക്കുകയും അതിന്റെ താഴെ തീ പൂട്ടുകയും ചെയ്തു, അതിന്റെ താഴെ തീ ഉണ്ടാക്കുകയും ചെയ്തു. തിളച്ചു മറിയുന്ന ആ ഒരു ഭീമാകാരമായ തളികയെ നോക്കിക്കൊണ്ട് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, നിങ്ങളെ ജീവനോട് വലിച്ചെറിയാൻ പോവുകയാണ്, ഇസ്ലാമിൽ നിന്ന് പിന്മാറാൻ തയ്യാറുണ്ടോ? ഇല്ല, ഞാൻ പിന്മാറൂല, ഞാൻ ഒരിക്കലും പിന്മാറൂല, എനിക്ക് ഇസ്ലാമാണ് വലുത് എന്ന് അദ്ദേഹം പറഞ്ഞപ്പോഴാണ് മുസ്ലിമായ മറ്റൊരാളെ കൊണ്ടുവന്നു കൈകാലുകളെല്ലാം ബന്ധിച്ചുകൊണ്ട് തിളച്ചു മറിയുന്ന ആ ഒരു തളികയിലേക്ക് വലിച്ചെറിയുന്നത്. ഇദ്ദേഹത്തിന്റെ കൺമുമ്പിൽ നിന്നുകൊണ്ട് മുസ്ലിമായ ഒരു സഹോദരൻ പിടഞ്ഞ് മരിക്കുകയാണ്. അപ്പോഴാണ് അദ്ദേഹത്തോട് ചോദിക്കുന്നത്, നിങ്ങൾക്കും ഇതേപോലെ അനുഭവിക്കാൻ പോവുകയാണ്, മാറാൻ തയ്യാറുണ്ടോ? ഇല്ല, ഞാൻ മാറൂല, എനിക്ക് ഇസ്ലാമാണെന്ന് വലുതെന്ന് പറഞ്ഞ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹു. എന്നിട്ട് അദ്ദേഹത്തെ കൊണ്ടുപോയി തളികയിലേക്ക് എറിയാൻ നിൽക്കുമ്പോഴാണ് അദ്ദേഹം ചെറുതായിട്ടൊന്ന് കരയുന്നത്.
അവിടെയുള്ള നസാറാക്കൾ വിചാരിച്ചു പേടിച്ചുകൊണ്ട് കരഞ്ഞതാണെന്ന്. അല്ല, പേടിച്ചുകൊണ്ട് കരഞ്ഞതാണെന്ന് വിചാരിച്ചു. ഉടനെ തന്നെ രാജാവിന്റെ സന്നിധിയിൽ ചെന്ന്, രാജാവേ, അദ്ദേഹം കരയുകയാണ്, പേടിച്ചു എന്ന് തോന്നിപ്പോകുന്നു. രാജാവ് വന്നു ചോദിച്ചു, ഇനിയും രക്ഷപ്പെടാൻ അവസരമുണ്ട്, ഇനിയും രക്ഷപ്പെടാൻ വഴികളുണ്ട്, പിന്മാറാൻ തയ്യാറുണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഞാൻ കരഞ്ഞത് പേടിച്ചിട്ടല്ല, എനിക്കൊരു വിഷമമുണ്ട്, എനിക്കൊരൊറ്റ ഒരു തടിയാണല്ലോ ഉള്ളത്, അതാണ് എന്റെ വിഷമം. എന്റെ ശരീരത്തിലെ രോമങ്ങൾ എത്രയുണ്ട്, അത്രത്തോളം ശരീരങ്ങൾ എനിക്കുണ്ടായിരുന്നുവെങ്കിൽ ഓരോ ശരീരത്തെയും നിങ്ങൾ ആ തിളച്ചു മറിയുന്ന എണ്ണയിലേക്ക് വലിച്ചെറിയുമ്പോ എനിക്ക് അനുഭവിക്കാമായിരുന്നുവല്ലോ. ആയിരക്കണക്കിന് ശരീരങ്ങൾ ഒന്നിന് പിറകെ ഒന്നായി ഇഞ്ചിഞ്ചായി തിളച്ചു മറിയുന്ന ആ ഒരു കലത്തിലേക്ക് നിങ്ങൾ വലിച്ചെറിഞ്ഞാൽ അവിടെ അല്ലാഹുവിന്റെ ആഖിറത്തിൽ ഉഖ്റവിയായ ലോകത്ത് എനിക്ക് രക്ഷപ്പെടാൻ സാധിക്കുമായിരുന്നല്ലോ എന്ന് പറഞ്ഞപ്പോഴാണ് അവർ ഞെട്ടിപ്പോകുന്നത്. സുബ്ഹാനല്ലാഹ്, ഇത് വല്ലാത്തൊരു വിശ്വാസമാണ്. ഇദ്ദേഹത്തിന് കൊന്നിട്ട് കാര്യമില്ല, അത് ഞങ്ങൾക്ക് നാണക്കേടാണ്. ഉടനെ തന്നെ അദ്ദേഹത്തോട് ചോദിച്ചു, എന്റെ നെറ്റിത്തടത്തിൽ ചുംബിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? നോക്കണം, ഒരു പേടിയുമില്ലാതെ, ഒരു കൂസലുമില്ലാതെ, മരണത്തെ മുൻകൂട്ടി കണ്ട് മരിക്കാൻ പേടിയില്ലാതെ അല്ലാഹുവിനെ വരമേൽപ്പിച്ച മഹാന്മാർ എന്റെ നെറ്റിത്തടം ചുംബിക്കാൻ തയ്യാറുണ്ടോ? അദ്ദേഹം ചിന്തിച്ചു, ഒരു കാഫിറായ ഒരു സഹോദരന്റെ നെറ്റിത്തടം ഞാൻ ചുംബിക്കുകയോ? കുഴപ്പമില്ല, അത് കാരണം എന്റെ കൂടെ വന്ന മുസ്ലിമീങ്ങളെ നിങ്ങൾ രക്ഷപ്പെടുത്തുമോ? എല്ലാവരെയും നിങ്ങൾ മോചിപ്പിക്കാൻ തയ്യാറാകുമോ? അവർ പറഞ്ഞു, എന്റെ നെറ്റിത്തടം ചുംബിച്ചാൽ മുസ്ലിമീങ്ങളെയും നിങ്ങളെയും ഞാൻ മോചിപ്പിക്കാം. എന്നാൽ അതായിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കാഫിറിന്റെ നെറ്റിത്തടം ചുംബിച്ചുകൊണ്ട് മദീനയിലേക്ക് കടന്നു വന്നപ്പോഴാണ് മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ തങ്ങൾ അദ്ദേഹത്തെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുകയും അദ്ദേഹത്തെ ചുംബിക്കുകയും ചെയ്തത്. അല്ലാഹു ഇങ്ങനെയുള്ള ഈമാൻ നമ്മൾക്ക് നൽകുമാറാവട്ടെ. അല്ലാഹു നമ്മൾക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. മഹാനായ ഒരു സ്വഹാബി പള്ളിയിലേക്ക് കടന്നു പോവുകയാണ്. അപ്പോഴുണ്ട് അവിടെ ചെറിയൊരു കുട്ടി നിസ്കരിക്കുന്നു. ചെറിയൊരു കുട്ടി നിസ്കരിക്കുന്നു. വല്ലാത്ത നിസ്കാരമാണ്, വല്ലാത്ത ഇബാദത്താണ്, വല്ലാത്ത താല്പര്യത്തോടെ തഖ്വയോടെ ഇഖ്ലാസോടെ നിസ്കരിക്കുന്ന ഒരു കുട്ടിയെ കാണാൻ സാധിച്ചു. നിസ്കാരം കഴിഞ്ഞപ്പോഴും വിളിച്ചു, അല്ലയോ കുട്ടി, നീ ആരുടെ മകനാണ്? നീ ആരുടെ മകനാണ്? അദ്ദേഹം പറഞ്ഞു, ഞാൻ യതീമാണ്, എനിക്ക് ഉപ്പയില്ല, എന്റെ ഉപ്പ മരിച്ചു പോയിട്ടുണ്ട് എന്ന് ചെറിയ കുട്ടി പറഞ്ഞപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, ഞാൻ നിന്നെ കൊണ്ടുപോയിക്കോട്ടെ, ഞാനൊരു മകനായി നിങ്ങളെ നിന്നെ വളർത്തിക്കോളാം, നിനക്ക് വെള്ളം ഞാൻ തരാം, നിനക്ക് ഭക്ഷണം ഞാൻ തരാം, നിനക്ക് വസ്ത്രം ഞാൻ തരാം, നീ എന്റെ കൂടെ വരുമോ എന്ന് ചോദിച്ചപ്പോഴാണ് കുട്ടി പറയുന്നത്, കേട്ടോ ചെറുപ്പക്കാരാ, കേട്ടോ സഹോദരിമാരെ, ചെറിയ കുട്ടിയുടെ ഈമാൻ, അല്ലാഹുവിന്റെ ഹബീബിന്റെ സഹാബാക്കളുടെ ഈമാൻ അത് എത്രത്തോളമാണെന്ന് പഠിക്കണ്ടേ. ചെറിയൊരു യതീം കുട്ടിയാണ് പറയുന്നത്, എന്റെ പൊന്നു സഹോദരാ, ഫദഅനിയാൻ, എന്നെ വിടണം, എന്നെ വിടണം, ലില്ലദീ ഖലഖനി ഫഹുവ യഹ്ദീൻ, എന്നെ സൃഷ്ടിച്ച അല്ലാഹുവിലേക്ക് എന്നെ വിടണം. എന്നെ സൃഷ്ടിച്ചവനാരാ? എന്റെ വായ തുറന്നവനാരാ? എന്റെ കണ്ണിന് കാഴ്ച നൽകിയവനാരാ? എന്റെ കാതിന് കേൾവി ശക്തി നൽകിയവനാരാ? എന്റെ കൽപാദങ്ങൾക്ക് നടക്കാനുള്ള കഴിവ് നൽകിയവനാരാ? ആ റബ്ബിലേക്ക് എന്നെ വിട്ടോ. എന്റെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയേ വേണ്ട. വല്ലദീ തുഇമുനീ വയുസ്കീൻ, എനിക്ക് ഭക്ഷണം തരുന്ന റബ്ബിലേക്ക് നിങ്ങൾ എന്നെ വിടണേ. എന്നിട്ട് കുട്ടി ചോദിച്ചു, ഹൽ ഇദാ മരിൽതു തശ്ഫീനി, എനിക്ക് രോഗമുണ്ടായാൽ എന്നെ ചികിത്സിക്കാൻ നിങ്ങൾ തയ്യാറാണോ? എനിക്ക് രോഗമുണ്ടായാൽ ചികിത്സിക്കാനല്ല, എനിക്ക് ശിഫ നൽകാൻ നിനക്ക് കഴിയുമോ? എനിക്ക് ശമനം നൽകാൻ നിങ്ങൾക്ക് കഴിയുമോ? എനിക്ക് സുഖം നൽകാൻ നിങ്ങൾക്ക് കഴിയുമോ? ആ സ്വഹാബി പറഞ്ഞു, ഇല്ല, ലൈസ ഇലാ ദാലിക സബീൽ, എനിക്കൊരിക്കലും നിനക്ക് സുഖം നൽകാൻ കഴിയില്ല. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചികിത്സിക്കാം, പക്ഷേ എങ്ങനെയാണ് ഞാൻ ശമനം നൽകുന്നത്? ഷാഫി റബ്ബല്ലേ, സുഖം നൽകുന്നത് അല്ലാഹുവല്ലേ, എനിക്കതിന് കഴിയില്ല. അപ്പോഴാണ് കുട്ടി അടുത്ത ചോദ്യം ചോദിച്ചത്, ഹൽ ഇദാ മിത്തു തുഹീനി, ഞാനെങ്ങാനും മരിച്ചു പോയാൽ എന്നെ ജീവിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? ഞാൻ ലോകത്തോട് വിട പറഞ്ഞാൽ എനിക്ക് ഹയാത്ത് നൽകാൻ, രണ്ടാമത് ജീവൻ നൽകാൻ നിങ്ങൾക്ക് കഴിയുമോ? അയാൾ പറഞ്ഞു, സ്വഹാബി പറഞ്ഞു, ലൈസ ഇലാ ദാലിക സബീൽ, അതിലേക്കും വഴിയില്ല കുട്ടി. എങ്ങനെയാണ് മരിച്ചുപോയ ആളുകളെ ഞാൻ ജീവിപ്പിക്കുന്നത്? അത് അല്ലാഹുവല്ലേ. അപ്പോഴാണ് കുട്ടി പറയുന്നത്,
പറയുന്നത്. എന്നാൽ എന്റെ കാര്യം വിട്ടോളി, എന്റെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണ്ട. എന്നെ സൃഷ്ടിച്ച പടച്ച റബ്ബിന് എന്നെ സന്മാർഗത്തിലേക്ക് നയിക്കാനറിയാ. എന്നെ സൃഷ്ടിച്ചവൻ എനിക്ക് ഭക്ഷണം നൽകാനറിയാ. എന്നെ സൃഷ്ടിച്ചവൻ എനിക്ക് വെള്ളം നൽകാനറിയാ. വല്ലദീ യുമീതുനീ സുമ്മ യുഹീൻ, എന്നെ മരിപ്പിക്കുകയും രണ്ടാമത് പുനർജീവിപ്പിക്കുകയും ചെയ്യുന്ന അല്ലാഹുവിലേക്ക് എന്നെ വിട്ടോളി. എന്നെ നിങ്ങൾ ശ്രദ്ധിക്കണ്ട. അതേപോലെ എന്റെ സകലമാന പാപങ്ങളും പുറത്തു തരുന്ന സർവലോക പരിപാലകനായ റബ്ബുണ്ടല്ലോ, ആ റബ്ബിലേക്ക് നിങ്ങൾ എന്നെ വിട്ടോളി. അല്ലാഹു എന്റെ പാപങ്ങൾ പുറത്തു തരുമല്ലോ എന്ന് പറഞ്ഞപ്പോഴാണ് സ്വഹാബി മിണ്ടാതിരുന്നത്. എന്നിട്ട് സ്വഹാബി പറഞ്ഞു, ആമന്തു ബില്ലാഹ്, ഞാനിതാ പടച്ച റബ്ബിനെ കൊണ്ട് വിശ്വസിച്ചിരിക്കുകയാണ്. മൻ തവക്കല അലല്ലാഹി കഫാ, ആരാണ് അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിച്ചത്, ആരാണ് അല്ലാഹുവിലേക്ക് ബരമേൽപ്പിച്ചത്, അവന് അല്ലാഹു മതിയല്ലോ. വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബു, ആരാണ് അല്ലാഹുവിലേക്ക് ബരമേൽപ്പിക്കുന്നത് അവർക്ക് അല്ലാഹു മതിയല്ലോ. അവരെ സംരക്ഷിക്കുന്നത് അല്ലാഹുവല്ലേ, അവർക്ക് ശക്തി നൽകുന്നത് അല്ലാഹുവല്ലേ. എന്തിനാണ് ഞാൻ ഇടപെടുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് സ്വഹാബി തന്റെ കാര്യം നോക്കിയെന്ന് മഹാന്മാരായ സ്വഹാബാക്കൾ രേഖപ്പെടുത്തുന്നുണ്ട്. ഒരൊറ്റൊരു ഹദീസും കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുകയാണ്. മഹാനായ മുആദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറയുന്നുണ്ട്, യാ മുആദ്, ഈ ഒരു ഹദീസ് നമ്മൾ മനസ്സിൽ കുത്തിവെച്ചോ. സഹോദരിമാരെ, ഈ ഒരു ഹദീസ് കുത്തിവെച്ചോ. ചെറുപ്പക്കാരെ, ഈ ഒരു ഹദീസ് പഠിച്ചു വെച്ചോ. എന്താണ് ഇതിന്റെ ആശയം? അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, യാ മുആദ്, മുആദേ മുആദേ മുആദേ, ഇന്നി ഉഅല്ലിമുക കലിമാത്, നിനക്ക് ഞാൻ ചില കാര്യങ്ങൾ പഠിപ്പിച്ചു തരട്ടെ. ഇഹ്ഫദില്ലാഹ യഹ്ഫദുക, നീ അല്ലാഹുവിനെ സൂക്ഷിച്ചാൽ അല്ലാഹു നിന്നെയും സൂക്ഷിക്കും. കേട്ടോ, കേൾക്കുന്നുണ്ടോ? ഇഹ്ഫദില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ, എങ്കിൽ യഹ്ഫദുക, അല്ലാഹു നിന്നെയും സൂക്ഷിക്കും. ആളുകൾ കാണുമ്പോൾ മാത്രം നല്ലവനായി നടന്നാൽ പോരാ, ആളുകളുടെ മുമ്പിൽ നല്ലൊരു മനുഷ്യനായി നടന്നാൽ പോരാ. ആരും കാണാതെ, ആരും ശ്രദ്ധിക്കാതെ സമയങ്ങളിൽ വരെ തന്റെ ഭാഗത്ത് തെറ്റ് വരാതെ അല്ലാഹു എന്നെ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ എന്ന ബോധത്തോടെ ജീവിക്കാൻ നമ്മൾ തയ്യാറായാൽ യഹ്ഫദുക, അല്ലാഹു നിന്നെ സൂക്ഷിക്കും. നിനക്ക് അപകടങ്ങൾ ഉണ്ടാവൂല, രോഗങ്ങൾ ഉണ്ടാവൂല, പ്രയാസങ്ങൾ ഉണ്ടാവൂല. നിന്നെ സംരക്ഷിക്കുവാനും നിന്നെ രക്ഷപ്പെടുത്തുവാനും പടച്ച റബ്ബുണ്ട് മുആദേ. അതിനെന്താണ് നീ ചെയ്യേണ്ടത്? അല്ലാഹുവിനെ നീ സൂക്ഷിക്കണേ, അല്ലാഹുവിനെ സൂക്ഷിക്കണേ, അല്ലാഹു നിന്നെയും സൂക്ഷിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. ഇഹ്ഫദില്ലാഹ തജിദുഹു തുജാഹക്, നീ അല്ലാഹുവിനെ സൂക്ഷിച്ചാൽ അല്ലാഹുവിനെ നിന്റെ മുമ്പിൽ കണ്ടെത്താൻ സാധിക്കും. ഇദാ സഅൽത ഫസ്അലില്ലാഹ്, നീ ചോദിക്കുമ്പോൾ പടച്ച റബ്ബിനോട് ചോദിക്ക്, നാട്ടുകാരോട് ചോദിക്കണ്ട. അല്ലാഹു പറയുന്നുണ്ട്, ഒരാൾ നാട്ടുകാരോട് തന്റെ ആവശ്യം പറഞ്ഞുകൊണ്ട് നടന്നാൽ അല്ലാഹു അയാളുടെ ആവശ്യം പൂർത്തീകരിച്ചു കൊടുക്കില്ല എന്ന് മുത്തു റസൂലുള്ളാഹ്. നേരെ മറിച്ച് അല്ലാഹുവിനോട് പറയാൻ തയ്യാറായാൽ അവന്റെ ആവശ്യങ്ങൾ അല്ലാഹു നിറവേറ്റി തരുമെന്നും പരിശുദ്ധ ഹബീബ് റസൂലുള്ളാഹ്. സ്വലാത്തൊന്നും ചൊല്ലാതെ നിങ്ങള് വേണ്ട. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇദാ സഅൽത ഫസ്അലില്ലാഹ്, നിനക്ക് രോഗമുണ്ട്, ഡോക്ടറെ കാണിച്ചോ, കുഴപ്പമില്ല, എന്നാലും അല്ലാഹുവിനോട് ദുആ ചെയ്യ്, പടച്ചവനെ എനിക്ക് ശിഫത. ഈ ഡോക്ടറെ കാണിച്ചോ, എന്നിട്ട് ഈ യതീംഖാനകളും ദഅവാ കോളേജുകളും മദ്രസകളും ഇസ്ലാമിക സ്ഥാപനങ്ങളും ഉണ്ടാകുമ്പോ അതിലേക്ക് എന്തെങ്കിലും സംഭാവന ചെയ്ത് അല്ലാഹുവിനോട് ചോദിക്കും, പടച്ച റബ്ബേ എനിക്ക് ശിഫത. ഡോക്ടർമാരല്ല ശിഫ നൽകുന്നത്. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ചോദിച്ചല്ലോ, പടച്ച റബ്ബേ, അല്ലാഹുവേ, ഡോക്ടർമാരല്ലല്ലോ ശിഫ നൽകുന്നത്. വഅൻത
ഷാഫി, നീയാണല്ലോ ശിഫ നൽകുന്നത്. ഫമാ ഹാലുൽ അതിബ്ബാ ഫമാ ബാലുൽ അതിബ്ബാ, പിന്നെ എന്തിനാണ് നബിയെ ഡോക്ടർമാരുടെ ആവശ്യം എന്താണ് നബിയെ? നീ അല്ലാഹുവേ നീയല്ലേ ശിഫ നൽകുന്നത്, പിന്നെ ഡോക്ടർമാർ എന്തിനാണെന്ന് ചോദിക്കുമ്പോഴാണ് അല്ലാഹു പറഞ്ഞത് ശിഫ നൽകുന്നത് ഞാനാണ്. ഡോക്ടർമാർ അവരുടെ ഭക്ഷണം കഴിക്കുകയാണ്, അവർക്ക് ജീവിക്കാനുള്ള വഴി കണ്ടെത്തുകയാണ്. ഏത് ഡോക്ടർ ചികിത്സിച്ചാലും ഞാൻ ശിഫ നൽകാതെ, എന്റെ ഭാഗത്ത് നിന്ന് ശമനമില്ലാതെ ഒരാൾക്കും സുഖം ലഭിക്കില്ല എന്ന് അല്ലാഹു മൂസാ നബി അലൈഹിസ്സലാമിനോട് പറയുകയാണ്. അതുകൊണ്ട് സ്വതക്ക ചെയ്യണേ, ധർമ്മം ചെയ്യണേ. ധർമ്മം ചെയ്തുകൊണ്ട് പടച്ച റബ്ബിനോട് ദുആ ചെയ്യ്, അല്ലാഹുവേ എനിക്ക് ശിഫ നൽകണേ അല്ലാ. അല്ലാഹു ശിഫ നൽകും സഹോദരങ്ങളെ, ഉമ്മമാരെ, അല്ലാഹു ശിഫ നൽകും. അല്ലാഹുവിലേക്ക് ഹഖ് തവക്കുൽ നിങ്ങൾ ചെയ്താൽ അല്ലാഹു നിങ്ങളെ ഒരിക്കലും കൈവിടുകയേ ഇല്ല. ഇദാ സഅൽത ഫസ്അലില്ലാഹ്, നിങ്ങൾ ചോദിച്ചാൽ അല്ലാഹുവിനോട് ചോദിക്കണേ. വഇദസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്, ആരോട് സഹായം ചോദിച്ചാലും അല്ലാഹുവിനെ കൊണ്ട് സഹായം തേടണേ. ചെറുപ്പക്കാരാ, സഹോദരാ, ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലകപ്പെട്ട് പ്രയാസപ്പെടുന്ന ആരെങ്കിലും നമ്മുടെ സദസ്സിലുണ്ടെങ്കിൽ, എന്തെങ്കിലും കേസിന്റെയോ പ്രശ്നങ്ങളുടെയോ നൂലാമാലകളിൽപ്പെട്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ ഈ ഹബീബിന്റെ ഈ ഒരൊറ്റൊരു ഹദീസ് മനസ്സിൽ കുത്തിവെക്കണേ. ഹബീബ് പറയാണ്, വഅലം, നീ അറിയണം, നീ മനസ്സിലാക്കണം, അന്നൽ ഉമ്മ, ലോകത്തുള്ള സകലമായ ആളുകളും നിന്നെ സഹായിക്കാൻ തീരുമാനിച്ചാൽ, ഉമ്മ ലോകത്തുള്ള സകലമായ ആളുകളും, എല്ലാ രാഷ്ട്രങ്ങളും മുഖ്യമന്ത്രി പ്രധാനമന്ത്രി എന്നില്ല, സകല രാഷ്ട്രങ്ങളിലെയും ആളുകളൊക്കെ തീരുമാനിച്ചു, ഒരു വട്ടമേശ സമ്മേളനം വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, നമ്മുടെ പടിഞ്ഞാറങ്ങാടിയിലെ ഇന്നാലെന്ന ചെറുപ്പക്കാരൻ നമ്മൾക്കൊരു വീട് വെച്ച് കൊടുത്താൽ എന്തേ എന്ന് എല്ലാവരും ചർച്ച ചെയ്ത് തീരുമാനിച്ചു. മനസ്സിലാക്കി, വാലം, നീ അറിയണം, നിനക്കൊരു ഉപകാരം നൽകണമെന്ന് നാട്ടുകാരും നിന്റെ കുടുംബക്കാരും ചങ്ങാതിമാരും നേതാക്കളുമെല്ലാം തീരുമാനിച്ചാൽ, ലം യൻഫഉക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹ്, ആ ഒരു ഉപകാരം നിനക്ക് ലഭിച്ചാൽ അത് അല്ലാഹു എഴുതി വെച്ചത് കൊണ്ടാണ് നിനക്ക് ലഭിക്കുന്നത്, വെറുതെയല്ല. നിനക്കൊരു വീട് വെച്ച് നൽകാൻ നാട്ടുകാർ തീരുമാനിച്ചു, അത് നിനക്ക് ലഭിക്കുകയും ചെയ്തുവെങ്കിൽ, ലം യൻഫഉക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹ്, അല്ലാഹു എഴുതി വെച്ചത് കൊണ്ടാണ് ആ സഹായം നിനക്ക് ലഭിച്ചത്. നിന്നെ ദ്രോഹിക്കുവാനോ നിനക്ക് പ്രയാസങ്ങൾ നൽകുവാനോ ആളുകളെല്ലാവരും തീരുമാനിച്ചാൽ, അങ്ങനെ ഒരു ബുദ്ധിമുട്ട് നിനക്ക് വരികയും ചെയ്താൽ, അല്ലാഹു തീരുമാനിച്ചാലേ ആ ഒരു അപകടം നിനക്ക് വരികയുള്ളൂ. ഉപകാരവും അങ്ങനെ തന്നെ, ഉപദ്രവവും അങ്ങനെ തന്നെ. അല്ലാഹുവിന്റെ തീരുമാനമില്ലാതെ നാട്ടുകാർക്കൊന്നും ചെയ്യാൻ കഴിയില്ല, ഒരു സഹായവും ചെയ്യാൻ കഴിയില്ല, ഒരു ഉപദ്രവവും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ പടച്ച റബ്ബിനോട് കരങ്ങിയ കണ്ണുകളുമായി പറഞ്ഞേക്ക്, അല്ലാഹു നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരുമെന്ന് അല്ലാഹുവിന്റെ ഹബീബായ മുത്തു അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഞാൻ നിർത്തുകയാണ്. ഇൻഷാ അല്ലാഹ് എന്ത് ചെയ്യണം, എല്ലാവരും ഈ വിഷയത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കാം. അതേപോലെ നമ്മുടെ ജാമിയയുടെ ദഅവാ കോളേജ് ഇവിടെ നടക്കുന്നുണ്ട് 4-5 വർഷമായി. അതിലേക്ക് 5ാം ക്ലാസ് പൊതുപരീക്ഷ പാസ്സായ ആളുകൾ, 7ാം ക്ലാസ് മദ്രസ പൊതുപരീക്ഷ പാസ്സായ ആളുകളൊക്കെ താല്പര്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ആ സ്റ്റാളിൽ ചെല്ലുക. മാഷാ അല്ലാഹ്, സഹോദരി അൽഹംദുലില്ലാഹ് ഒരു സഹോദരി ഒരു സ്വർണ്ണമാല ഇവിടെ സംഭാവന ചെയ്തിട്ടുണ്ട്. അല്ലാഹു ആ സഹോദരിയുടെ ഹലാലായ ഉദ്ദേശങ്ങൾ അല്ലാഹു നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും പടച്ച റബ്ബേ നീ തീർത്തു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ ആ സഹോദരിയുടെ എല്ലാവിധ ഉദ്ദേശങ്ങളും നീ നിറവേറ്റി കൊടുക്കണേ അല്ലാഹ്. നാളെ ഖബർ ജീവിതം സന്തോഷകരമാകാൻ ഇതൊരു കാരണമാക്കണേ അല്ലാഹ്. പടച്ച റബ്ബേ നരകത്തിൽ പോവാതെ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ ഈ ഒരു സ്വർണ്ണമാല നീ കാരണമാക്കി കൊടുക്കണേ അല്ലാഹ്.
നമ്മുടെ മക്കളൊക്കെ എന്ത് ചെയ്യണം? ദീനിയായ പണ്ഡിതന്മാരാക്കി മാറ്റുക, ദീനിയായ മേഖലകളിൽ നിൽക്കുന്ന ആളാക്കി നമ്മൾ മാറ്റുക. അതിന് ഇൻഷാ അല്ലാഹ് എന്ത് ചെയ്യാം? നമ്മുടെ മക്കൾക്ക് വേണ്ടി ഒരു ഫോം വാങ്ങിച്ച് അത് പൂരിപ്പിച്ച് അതിന്റെ ഇന്റർവ്യൂ എക്സാമുകളൊക്കെ അറ്റൻഡ് ചെയ്ത് ദീനിയായ മേഖലകളിൽ നമ്മുടെ മക്കളെ പഠിപ്പിക്കാൻ വേണ്ടി ഉമ്മമാരും ഉപ്പമാരൊക്കെ പൂർണ്ണമായും താല്പര്യത്തോടെ ആ ഒരു സ്റ്റാളിൽ ചെന്ന് അതിന്റെ ഫോം വാങ്ങിച്ച് അതിന്റെ എക്സാമുകളിലൊക്കെ അറ്റൻഡ് ചെയ്ത് നമ്മുടെ മക്കളെ പഠിപ്പിക്കുക. നാളെ ആഖിറത്തിലേക്ക് ഉപകരിക്കുന്ന മക്കളാക്കി മാറ്റുക. അള്ളാഹു നാളെ ഖബറിലേക്ക് ഉപകരിക്കുന്ന, ആഖിറത്തിലേക്ക് ഉപകരിക്കുന്ന മക്കളാക്കി നമ്മുടെ മക്കളെ മാറ്റുമാറാവട്ടെ. ദുആ ചെയ്യണം. ഇനി പെട്ടെന്ന് ചെറിയൊരു ദുആ ചെയ്ത് പിന്നെയാണ് ഇൻഷാ അല്ലാഹ് നാളെ നൗഷാദ് ബാഖവി ഉസ്താദ് വരും. നേരത്തെ വന്നിട്ട് ഇരിക്കുക എല്ലാവരും. എന്നിട്ട് ഇൻഷാ അല്ലാഹ് നിങ്ങളെ കയ്യിൽ തന്ന കവർ വളരെ നല്ലൊരു തുക 5000-ങ്ങളോ 10,000-ങ്ങളൊക്കെ നൽകി കൊണ്ടുവരിക. അത് നമ്മുടെ നാളെ കബറിൽ രക്ഷപ്പെടാനൊരു കാരണമാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ബിൽഡിങ്ങിന്റെ ഒരു M² 12,000 രൂപയാണ്. അത് നേരത്തെ കൊടുത്തൊരു സഹോദരൻ ഉദ്ഘാടനം ചെയ്തു. അതൊക്കെ ഏറ്റെടുക്കുക. ഇൻഷാ അല്ലാഹ് അതിൻ്റെയൊക്കെ മഹത്വങ്ങൾ നാളെ പറയും, ഞാനത് വിശദീകരിക്കുന്നില്ല. ഉസ്താദ് ബാഖവി ഉസ്താദ് വരും. അപ്പം നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടി, ഖബറിൽ രക്ഷപ്പെടാൻ വേണ്ടി നല്ല രീതിയിൽ നല്ല തുകകൾ കൊണ്ടുവരിക. എന്നിട്ട് ഇത് ഏറ്റെടുക്കുക. കയ്യിൽ നാളുണ്ടാവൂല എങ്കിലും അത് ഏറ്റെടുത്ത് എഴുതി വെക്കുക. നമ്മുടെ കയ്യിൽ വരുമ്പോൾ പെട്ടെന്ന് അത് ഏൽപ്പിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒരു 3 വയസ്സായ മകന്റെ ആരോഗ്യത്തിനും നല്ല ബുദ്ധിക്കും ഇരുലോക വിജയത്തിനും വേണ്ടി ഇൽമിന്റെ മജ്ലിസിലേക്ക് നേർച്ചയാക്കിയ പൈസ 2400 രൂപ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ആ മോന്, ആ കുഞ്ഞുമോന് ആരോഗ്യം നൽകുമാറാവട്ടെ, നല്ല ബുദ്ധിശക്തി നൽകുമാറാവട്ടെ. ഈ ലോകത്തും അള്ളാഹു ആ ഉമ്മയ്ക്കും മാതാപിതാക്കൾക്കും കുടുംബങ്ങൾക്കും അള്ളാഹു വിജയം നൽകുമാറാവട്ടെ. ഈ നൽകിയ സംഭാവന അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. നേരത്തെ അവർ സഹോദരി സദഖ ചെയ്ത സ്വർണ്ണമാല അള്ളാഹു അത് സ്വീകരിക്കുമാറാവട്ടെ. അവരുടെ വീട്ടിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. കുടുംബ ജീവിതത്തിൽ അള്ളാഹു ഐശ്വര്യം നൽകുമാറാവട്ടെ. സാലിഹീങ്ങളായ മക്കളാക്കി മക്കളെ മാറ്റുമാറാവട്ടെ. നാളെ ആഖിറത്തിലും ദുനിയാവിലും അള്ളാഹു അവരെയും ഞങ്ങളെയും വിജയത്തിൽ പെടുത്തുമാറാവട്ടെ. ദുആ ചെയ്യല്ലേ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. اللهم وصل مثل ثواب ما قرأناه وما صليناه وما مدحناه إلى حضرة رسول الله صلى الله عليه وسلم وإلى حضرات الله آبائنا وأمهاتنا وأقربائنا وأصدقائنا يا رب العالمين. أرحم الراحمين يا ربي. അള്ളാഹുവേ, ഞങ്ങൾ ചെയ്ത സ്വലാത്തുകളും നന്മകളും ഓതിയ ഖുർആനുമൊക്കെ അള്ളാഹുവിന്റെ ഹബീബിന്റെ മജ്ലിസിലേക്ക് ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. അതേപോലെ ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ എല്ലാവരുടെയും ഖബറിടങ്ങളിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. മഹാന്മാരായ ഔലിയാക്കളുടെ സഹാബാക്കളുടെ ഖബറിടങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. അവരുടെയൊക്കെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് നീ ഞങ്ങളെ വിജയികളിൽ പെടുത്തണേ അല്ലാഹ്. اللهم يسر عسيرنا وسهل أمورنا وفرج همومنا واكشف كروبنا وأد ديوننا وحصل مرادنا وقل حاجاتنا واشف أمراضنا وارحم موتانا يا أرحم الراحمين. പടച്ച റബ്ബേ, നീ ഞങ്ങൾക്ക് ജീവിതത്തിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. ഞങ്ങളുടെ പ്രയാസങ്ങൾ നീ നീക്കി തരണേ അല്ലാഹ്. ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൾ നീ നീക്കി കൊടുക്കണേ അല്ലാഹ്. പടച്ച റബ്ബേ, വിഷമങ്ങൾ അകറ്റണേ അല്ലാഹ്. കടങ്ങൾ കൊടുത്തു വിട്ടാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. ആഫിയത്ത് നൽകണേ അല്ലാഹ്. ഇസ്സത്ത് നൽകണേ അല്ലാഹ്. രോഗങ്ങളിൽ നിന്ന് ഞങ്ങൾ എല്ലാവരെയും നീ കാക്കണേ അല്ലാഹ്. മരിച്ചുപോയ ആളുകൾക്ക് നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. നമ്മുടെ നാട്ടിൽ നിന്ന് മരിച്ചുപോയ മുസാജി എന്ന് പറയുന്ന സഹോദരൻ അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബറിടം നീ സ്വർഗീയമാക്കി കൊടുക്കണേ അല്ലാഹ്. അർഹമർ റഹീമായ റബ്ബേ, ഈ ലോകത്തും നീ ഞങ്ങളെ വിജയികളിൽ പെടുത്തണേ അല്ലാഹ്. അപകടങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാഹ്. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാഹ്. ആക്സിഡന്റ് പോലെയുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാഹ്. അർഹമർ റഹീമായ റബ്ബേ, ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു പോയ തെറ്റുകുറ്റങ്ങൾ നീ പുറത്തു തരണേ അല്ലാഹ്. ഇനിയുള്ള കാലം തെറ്റ് ചെയ്യാതെ ജീവിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. അർഹമർ റഹീമായ റബ്ബേ, ഞങ്ങളുടെ നാട്ടിൽ നീ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ, നമ്മുടെ സ്ഥാപനങ്ങൾ ഉന്നതങ്ങളിൽ നിന്ന് ഉന്നതങ്ങളിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. പടച്ചവനെ, പ്രയാസങ്ങളില്ലാതെ ബുദ്ധിമുട്ടില്ലാതെ കടങ്ങളില്ലാതെ ഭംഗിയായി ഖിയാമത്ത് നാളെ വരെ ഇത് കൊണ്ടുപോകാൻ ഇതിന്റെ ഭാരവാഹികൾക്ക് ഇതിന്റെ പ്രവർത്തകർക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഇവിടെ സഹായിച്ചവരെ സഹായിക്കുന്നവർ എല്ലാവരെയും നീ ഏറ്റെടുക്കണേ അല്ലാഹ്. ഇഹപര വിജയം നൽകണേ അല്ലാഹ്. ഖബറിടത്തിൽ വിജയം നൽകണേ അല്ലാഹ്. ഖബറിടം സ്വർഗീയമാക്കി കൊടുക്കണേ അല്ലാഹ്. നാളെ ഞങ്ങൾ മരിക്കുമ്പോൾ ഞങ്ങളുടെ ഖബറിടം രക്ഷപ്പെടാൻ ഈ ഒരു സദഖകൾ നീ കാരണമാക്കണേ അല്ലാഹ്. നരകത്തിലേക്ക് പോവാതെ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ ഈ ഒരു സംഭാവന നീ കാരണമാക്കണേ അല്ലാഹ്.
ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ ജന്നാത്തുൻ നഈമിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. പടച്ച റബ്ബേ, ഇവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ ജന്നാത്തുൻ നഈമിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. ഈ ഒരു സദസ്സ് ആഖിറത്തിൽ ഉപകരിക്കുന്ന സദസ്സാക്കണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളുടെ കണ്ണുകൊണ്ട് ചെയ്ത ഹറാമുകൾ നീ പുറത്തു തരണേ അല്ലാഹ്. നമ്മുടെ കാലുകൾ കൊണ്ട്, നമ്മുടെ ചെവികൾ കൊണ്ട്, നമ്മുടെ ശരീരങ്ങൾ കൊണ്ട്, മനസ്സുകൊണ്ട് ചിന്തിച്ച എല്ലാ തെറ്റുകളും നീ ഞങ്ങൾക്ക് പുറത്തു തരണേ അല്ലാഹ്. اللهم اغفر لنا ما سلف من ذنوبنا وعصمنا فيما بقي من أعمالنا وتوفنا مسلمين والحقنا بالصالحين. പടച്ച റബ്ബേ, നീ ഞങ്ങളെ മുസ്ലിമാക്കി മരിപ്പിക്കണേ അല്ലാഹ്. പടച്ച റബ്ബേ, നീ ഞങ്ങളെ മുസ്ലിമാക്കി മരിപ്പിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, മുസ്ലിമായി നീ ഞങ്ങൾ എല്ലാവരെയും മരിപ്പിക്കണേ അല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ നീ ഞങ്ങൾക്ക് സൗഭാഗ്യം നൽകണേ അല്ലാഹ്. പടച്ചവനെ, സ്വദേശത്തും വിദേശത്തും ആരൊക്കെയാണ് ഞങ്ങളുടെ സ്ഥാപനങ്ങളെ സഹായിക്കുന്നത് അവർക്കൊക്കെ നീ ഉന്നതമായ വിജയം നൽകണേ അല്ലാഹ്. ഇത് ഓൺലൈനിലൂടെ വീക്ഷിക്കുന്ന ആളുകൾ അവർക്കും നീ ഖൈർ ചെയ്യണേ അല്ലാഹ്. പടച്ച റബ്ബേ, എല്ലാവർക്കും നീ ഖൈർ ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ, ഇവിടെ ഇരുന്നത് കാരണം നാളെ രക്ഷപ്പെടുന്ന മുത്തഖീങ്ങൾ ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ ചെറുദോഷങ്ങളെല്ലാം പുറത്തു തരികയും ഇനി ബാക്കിയുള്ള സകലമായ ബന്ധോഷങ്ങളും നീ ഞങ്ങൾക്ക് പുറത്തു തരികയും ചെയ്യണേ അല്ലാഹ്. അർഹമർ റഹീമായ റബ്ബേ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേ അല്ലാഹ്. ആഫിയത്ത് നൽകണേ അല്ലാഹ്. ഇസ്സത്ത് നൽകണേ അല്ലാഹ്. രോഗങ്ങളിൽ നിന്നവരെ കാക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ ശ്ഫി അംറാദനാ വ അംറാദ മർളാനാ യാ ഷാഫിയൽ അംറാദ്. പടച്ചവനെ, ഞങ്ങളുടെ അസുഖങ്ങളെ, ഞങ്ങളോട് ബന്ധപ്പെട്ടവരുടെ അസുഖങ്ങൾക്ക് നീ ശിഫ നൽകണേ അല്ലാഹ്. അർഹമർ റഹീമായ റബ്ബേ, അല്ലാഹുവേ, ഞങ്ങളുടെ ഭാര്യമാരെ ദീനീ ബോധമുള്ളവരാക്കണേ അല്ലാഹ്. സ്വാലിഹീങ്ങളായ മക്കളെ നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. മക്കളില്ലാത്തവരുടെ ഒരുപാട് സ്വാലിഹീങ്ങളായ മക്കളെ നൽകണേ അല്ലാഹ്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വ ദുർരിയ്യാതിനാ ഖുർറത അയ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. പടച്ചവനെ, ഇതിന്റെ വളണ്ടിയേഴ്സായി പ്രവർത്തിക്കുന്ന ചെറുപ്പക്കാർ അർശിന്റെ തണൽ നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. അർഹമർ റഹീമായ റബ്ബേ, ഇവിടെ വന്ന ഉമ്മമാർ, ഉപ്പമാർ, രക്ഷിതാക്കൾ, വയസ്സന്മാരായ ആളുകൾ എല്ലാവരെയും നാളെ ആഖിറത്തിലും ദുനിയാവിലും വിജയിക്കുന്ന മുത്തഖീങ്ങളിൽ പെടുത്തണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അർഹമർ റഹീമായ റബ്ബേ, ഭക്ഷണം നൽകിയ വീട്ടുകാർ അവർക്ക് സ്വർഗീയ ഭക്ഷണം നൽകണേ അല്ലാഹ്. സ്വർഗീയ പാനീയം നൽകണേ അല്ലാഹ്. സ്വർഗീയ സുഖങ്ങൾ നൽകണേ അല്ലാഹ്. ആ വീട്ടിലും അവരുടെ ജോലിയിലും എല്ലാ കാര്യങ്ങളിലും ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്.